നമസ്കാരം. നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ്. അതെ, തീർച്ചയായും ഞാനും ആദ്യമായിട്ട് കാണുകയാണ്. താങ്ക് ഇവിടെ യു. ശരി ശരി. പ്രിയമുള്ളവരെ, പിന്നെ രണ്ടാം റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ. ചെയ്തിട്ടുണ്ട് സർ. ആ ശരി. പ്രിയമുള്ളവരെ, മണി ടെക് മീഡിയ നടത്തുന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രെയിനറാണെന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഇത് കേൾക്കണം. അതോടൊപ്പം തന്നെ വെറുതെ കേട്ടിട്ട് പോകാനുള്ളതല്ല ഇത്. സാധാരണ മോട്ടിവേഷൻ ട്രെയിനിങ് ഒക്കെ കേട്ട് മറന്നു കളഞ്ഞു പോകാനുള്ളതാണ്. എന്നാൽ ഇതങ്ങനെയല്ല, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അല്ലാതെ ഇത് കേട്ട് പോയി വന്നു ഒരു കാര്യമില്ല. ഈ ബ്രീത്തിങ് എക്സസൈസ് നാം പഠിക്കാനുള്ളതാണ്, അത് പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം പറയുന്നു. വിദ്യാമാമിനെ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു സർ. നമസ്തേ ഓൾ. നമസ്തേ മാം. അപ്പോ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. എന്റെ പേര് വിദ്യ, സർ പരിചയപ്പെടുത്തി. ഞാൻ പ്രാണിക് ഹീലിംഗ് ട്രെയിനർ ആണ്. ട്രിവാൻഡ്രത്താണ് വീട്. കേരളത്തിലെല്ലാം പ്രാണിക് ഹീലിംഗിന്റെ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രാണിക് ബ്രീത്തിങ് ആണ്. അതായത് ശ്വസന വ്യായാമം അല്ലെങ്കിൽ ശ്വസനം എന്ന് പറയുന്നത് എന്താണ്, അത് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ നമ്മൾക്ക് ചെയ്തിട്ട്? സാധാരണ നമ്മൾ ശ്വസിക്കുന്നതല്ലേ, എല്ലാവരും ശ്വസനം ഇല്ലെങ്കിൽ പിന്നെ മനുഷ്യന് നിലനിൽപ്പില്ല അല്ലെ. നമ്മള് ശ്വസനം നമ്മുടെ ശ്വസിക്കാൻ സാധിക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ശവം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എപ്പോഴാണോ നമ്മുടെ ശ്വാസം നിലയ്ക്കുന്നത് അതിനുശേഷം നമ്മുടെ ബോഡിക്ക് ചലനം ഉണ്ടാവാതെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ശ്വസനത്തിന് എന്ത് പ്രാധാന്യമാണ് നമ്മുടെ ലൈഫിൽ ഉള്ളത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ കുറച്ച് സമയം നിങ്ങളോട് സംസാരിക്കാമെന്ന് വെച്ചിരിക്കുന്നത്. നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഇത് നേരത്തെ മറ്റ് ക്ലാസ്സുകളെ പോലെ മോട്ടിവേഷൻ കേട്ടു പോവുക എന്നുള്ളതിനപ്പുറം ഇത് നിങ്ങളുടെ ദിനചര്യയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതിനാണ് പ്രാധാന്യമുള്ളത്. ആ ദിനചര്യയിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നിങ്ങൾ ഇന്ന് ഈ കേൾക്കുന്ന ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് നേടാൻ സാധിക്കുള്ളൂ. അപ്പൊ എന്താണ് ബ്രീത്തിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കി നിങ്ങൾ പറയുന്നു, മൂക്കുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, മൂക്കുകൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുന്നു. ഇതാണ് നോർമലി ബ്രീത്തിങ് അല്ലെങ്കിൽ ശ്വസനം എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഈ ശ്വസനം നമ്മൾക്ക് എങ്ങനെയെല്ലാം നമ്മളെ ശരീരത്തിനെ സഹായിക്കുന്നുണ്ട്, നമ്മൾ ചെയ്യുന്ന ശ്വസനം കറക്റ്റ് ആയിട്ടുള്ളതാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ കുഞ്ഞു കുട്ടി ഹലോ, സോറി, നമ്മള് ശ്വസനം നടത്തുമ്പോ അല്ലെങ്കിൽ നമ്മൾ ശ്വസിക്കുമ്പോ നമ്മൾക്കറിയാം ഓക്സിജൻ മാത്രമല്ല നമ്മൾ ശ്വസിക്കുന്നത്. നമ്മുടെ ഈ വായുവിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മൾ ഇൻഹേൽ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന് ആവശ്യം ഓക്സിജൻ മാത്രമാണ് എന്ന് കരുതിയിട്ട് നമ്മൾ ഓക്സിജൻ മാത്രമായിട്ടല്ല ശ്വസിക്കുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അതിനോടൊപ്പം നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല നിശ്വസിക്കുമ്പോൾ പുറത്തേക്ക് വരുന്നത്, എക്സൈൽ ചെയ്യുമ്പോൾ പുറത്തേക്ക് വരുന്നത്. എന്തൊക്കെയാണോ വേണ്ടാത്തത് അതെല്ലാം തന്നെ നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. ഇനി ശരിയായിട്ടുള്ള ശ്വസനം എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ശ്വസിക്കുമ്പോൾ നിങ്ങളുടെ വയർ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊന്ന് ആരെങ്കിലും പറയാവോ? അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടൊന്ന് അയച്ചാലും മതി. നിങ്ങൾ ശ്വസിക്കുമ്പോൾ സാവധാനം ശ്വാസം എടുത്തു നോക്കുക. നിങ്ങളുടെ വയർ എങ്ങോട്ടാണ് പോകുന്നത്? വയറ് മുന്നിലേക്കാണോ വരുന്നത്? വയറ് പിന്നിലേക്കാണോ പോകുന്നത്? എന്താണ് എന്നുള്ളതൊന്ന് പറയൂ പ്ലീസ്. ബലൂണ് പോലെ മുന്നിലേക്ക് വരുന്നു, ശ്വാസം എടുക്കുമ്പോൾ ഉള്ളിലേക്ക് പോകുന്നു. ശ്വാസം എടുക്കുമ്പോഴത്തേക്ക് വിടുമ്പോഴത്തേക്ക് ഉള്ളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ പുറത്തേക്ക് വരുന്നു. ഓക്കെ, ഗുഡ്. വേറെ എന്തെങ്കിലും ഇതല്ലാതെ മാറ്റമുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? ശ്വാസം എടുക്കുമ്പോൾ വയറ് മുന്നിലേക്ക് വരികയും
ശ്വാസം വിടുമ്പോൾ വയറ് പിന്നിലേക്ക് പോവുകയും ചെയ്യുന്നു എന്നാണ് രമ മാം പറഞ്ഞത്. അതല്ലാതെ ശ്വാസം എടുക്കുമ്പോൾ വയറ് പിന്നിലേക്ക് പോവുകയും ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ. ശ്വാസം വിടുമ്പോഴത്തേക്കും മുന്നോട്ട് വരികയും ചെയ്യുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഈ 2 തരത്തിലാണ് നമ്മുടെ ശ്വസനം ഇരിക്കുന്നത്. അപ്പോൾ ഓക്കെ, നമ്മളെ കുഞ്ഞു കുട്ടികളെ കണ്ടിട്ടുണ്ടോ? പ്രസവിച്ച് കഴിഞ്ഞിട്ടുള്ള കുട്ടികളെ, ഒരു കൊച്ചു കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ശ്വസനം നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ ഉറങ്ങുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ശ്വസിക്കുമ്പോൾ അവരുടെ വയറ് മുന്നിലേക്ക് വരികയും ബലൂണ് പോലെ മുന്നിലേക്ക് വരികയും ശ്വാസം വിടുമ്പോൾ ഉള്ളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് മനുഷ്യന്റെ ശരിയായിട്ടുള്ള ശ്വസന രീതി എന്ന് പറയുന്നത്. നമ്മൾ ജനിക്കുമ്പോൾ മനുഷ്യൻ ശ്വസിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ കുഞ്ഞു കുട്ടികളെ നോക്കിയാൽ മതി. അപ്പോഴത്തേക്ക് അറിയാൻ പറ്റും. നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ വയറ് മുന്നിലേക്ക് വരും, ബലൂൺ പെരുകുന്നത് പോലെ പെരുകി വരികയും നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഇത് ഉള്ളിലേക്ക് ചുരുങ്ങുകയുമാണ് ചെയ്യേണ്ടത്. അതാണ് ശരിക്കുള്ള മനുഷ്യന്റെ ശ്വസന രീതി എന്ന് പറയുന്നത്. അതാണ് മനുഷ്യന്റെ ശരീരത്തിലേക്ക് നമ്മുടെ ഈ ശരീരം നിർമ്മിച്ചപ്പോൾ ഇതിന്റെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും സഹായിക്കാൻ വേണ്ടിയിട്ട് ശരിയായിട്ടുള്ള ശ്വസന രീതി എന്ന് പറയുന്നത് ഇതാണ്. പക്ഷേ പല കാരണങ്ങളാൽ നമ്മൾ ഈ ബ്രീത്തിങ്ങിൽ ചേഞ്ച് വരും. നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ നെഞ്ച് മുന്നിലേക്ക് വരികയും ശ്വാസം വിടുമ്പോൾ നെഞ്ച് ഉള്ളിലേക്ക് പോകുന്ന തരത്തിൽ വരും. വയറ് നേരത്തെ ഇവിടെ മെസ്സേജിൽ പറഞ്ഞതുപോലെ ശ്വാസം എടുക്കുമ്പോൾ വയറ് ഉള്ളിലേക്ക് പോവുകയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വയറ് മുന്നോട്ട് വരികയും ചെയ്യുന്ന രീതിയിലേക്ക് മാറുന്നു. അതായത് ചെസ്റ്റ് ബ്രീത്തിങ്ങിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കാണ് ആ ഒരു മാറ്റം സംഭവിക്കുന്നത്. ഇനി എന്താണ് മനുഷ്യന്റെ ഘടനയ്ക്ക് അനുസരിച്ചിട്ടുള്ള ശ്വസന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നിങ്ങളുടെ വയറ് മുന്നിലേക്ക് വരണം, ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ വയറ് ഉള്ളിലേക്ക് പോകണം. ഇതാണ് ശരിക്കുള്ള മനുഷ്യന്റെ ശ്വസന രീതി എന്ന് പറയുന്നത്. നമ്മുടെ ശ്വാസകോശത്തിന് ഏകദേശം 500 ml ശ്വാസത്തിന് ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നിങ്ങൾ പരസ്യത്തിലൊക്കെ കേട്ട്, സിനിമാ തിയേറ്ററിലൊക്കെ പോയി നിങ്ങൾ ഇരിക്കുമ്പോൾ ആദ്യം കേൾക്കുന്ന പരസ്യം ഇതാണല്ലേ, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് എന്ന് നമ്മുടെ ഗോപകുമാർ സാറ് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ശ്വാസകോശം എന്ന് പറയുന്നത്. ശരിക്കൊരു സ്പോഞ്ച് പോലെ തന്നെയാണ്. സ്പോഞ്ചിനുള്ളില് കുഞ്ഞു കുഞ്ഞു അറകൾ ഉള്ളത് പോലെ തന്നെ നമ്മുടെ ശ്വാസകോശത്തിനുള്ളിലും കുഞ്ഞു അറകളുണ്ട്. നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് ഈ കുഞ്ഞു അറകളിലെല്ലാം തന്നെ എന്ത് ചെയ്യണം? ശ്വാസം വന്ന് നിറയണം. ശ്വാസം വന്ന് നിറഞ്ഞാൽ മാത്രമേ നമ്മുടെ ലങ്സിന് നന്നായിട്ട് വികസിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഭാഗ്യം എന്ന് പറയട്ടെ, 500 ml കപ്പാസിറ്റി ഉള്ള നമ്മുടെ ലങ്സിലേക്ക് നമ്മൾ 5 ml പോലും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പഠന റിപ്പോർട്ടുകൾ പറയുന്നത്. 5 ml പോലും നമ്മുടെ ശ്വാസകോശത്തിലേക്ക് ചെല്ലുന്നില്ല. അത്രയ്ക്കും കുറവാണ് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നത്. 500 ml സംഭരണ ശേഷിയുള്ള ഒരു സാധനത്തിലേക്ക് 5 ml ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ആ രീതിയിലാണ് നമ്മുടെ എല്ലാവരുടെയും ശ്വസന രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പഠനങ്ങൾ പറയുന്ന അങ്ങനെ ശ്വസിക്കുന്ന ആൾക്കാരിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിനൊരു പരിഹാരം എന്ന് പറയുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? അബ്ഡോമിനൽ ബ്രീത്തിങ്ങിലേക്ക് അല്ലെങ്കിൽ യോഗിക് ബ്രീത്തിങ്ങിലേക്ക് പോകുന്നത് നല്ലതാണ്. നമ്മൾ സാധാരണ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ 500 ml കപ്പാസിറ്റി ഉള്ളിടത്ത് 5 ml പോലും നിറയ്ക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ബ്രീത്തിങ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിനു വേണ്ടി മനഃപൂർവ്വമായി ശ്രമിച്ചുകൊണ്ട് നമ്മൾ ബ്രീത്തിങ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ശ്വാസകോശത്തിനുള്ളിലേക്ക് കൂടുതൽ വായു കടന്നു ചെല്ലുകയും ഈ വായു ശ്വാസകോശത്തിനുള്ളിലുള്ള കുഞ്ഞു അറകളിലേക്കെല്ലാം നിറയുകയും ചെയ്യും. അങ്ങനെ നിറയുക വഴി ശ്വാസകോശം എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും. ശ്വാസകോശം വികസിക്കും. അങ്ങനെ ശ്വാസകോശം വികസിക്കുമ്പോൾ ശ്വാസകോശത്തിന് നമ്മുടെ വാരിയെല്ലുകൾ, ശ്വാസകോശം ഇരിക്കുന്നത് വാരിയെല്ലുകളുടെ ഇടയ്ക്കാണ്. ഈ വാരിയെല്ലുകൾ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ശ്വാസകോശത്തിനെ ഒന്ന് അമർത്തും. സൈഡിൽ നിന്ന് അമർത്തുന്ന സമയത്ത് നമ്മുടെ ഡയഫ്രം നന്നായിട്ട് ഓപ്പൺ ആവുകയും വായു നന്നായിട്ട് നമ്മുടെ ഇൻഡസ്റ്റൈൻ, വൻകുടലിലേക്കും ചെറുകുടലിലേക്കും ഒക്കെ ആവശ്യത്തിന് വായുവിന്റെ കടന്നു ചെല്ലല് സഹായിക്കുകയും ചെയ്യുന്നു.
ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിയായ ശ്വസനം നടത്തുന്ന ഒരു വ്യക്തിക്ക് ഒരു 80% രോഗങ്ങളെ ചെറുക്കാനുള്ള ശേഷി നമ്മൾക്ക് തന്നെ വന്നു ചേരും. അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രീൻ എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾക്കും റെസ്പിറേറ്ററിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കും ഒരു പരിധിവരെ ശരിയായിട്ടുള്ള ശ്വസനം നമ്മളെ ഇതിൽ നിന്നൊക്കെ തടയാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പൊ അത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് അഥവാ നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ബ്രീത്തിങ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ശ്വാസം എടുക്കുന്ന സമയത്ത് ശ്വാസകോശത്തിലേക്ക് മാക്സിമം വായു നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ വയറിനെ ഒന്ന് മുന്നിലേക്ക് ഉള്ളിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞവരൊക്കെ മനഃപൂർവ്വമായിട്ട് തന്നെ ജസ്റ്റ് ഒരു പുഷ് കൊടുക്കുക വയറിലേക്ക്. അപ്പോഴത്തേക്ക് വയർ എന്ത് ചെയ്യും, മുന്നിലേക്ക് നീങ്ങും, വയറ് മുന്നിലേക്ക് വരും. അങ്ങനെ വയറ് മുന്നിലേക്ക് വരുമ്പോ നിങ്ങളുടെ റിബ്സ് ഈ ശ്വാസകോശത്തിനെ നന്നായിട്ട് ഒതുക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ വയറിലേക്ക് നന്നായിട്ട് ശ്വാസം എത്തുന്നത്. ഇങ്ങനെ ശ്വാസം എത്തുക വഴി നിങ്ങളുടെ ഡയഫ്രം നന്നായിട്ട് ഓപ്പൺ ആവുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. നന്നായിട്ട് ഓപ്പൺ ആയാൽ മാത്രമേ നിങ്ങളുടെ അബ്ഡമനിലേക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, മാക്സിമം ഊർജത്തിനെ അല്ലെങ്കിൽ മാക്സിമം വായുവിനെ സ്വീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ചെയ്യുക വഴി ശ്വാസകോശത്തിന്റെ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ശ്വാസകോശത്തിനകത്തുള്ള എല്ലാ അറകളിലേക്കും ശ്വാസം കടന്നു ചെല്ലുക വഴി ശ്വാസകോശത്തിന്റെ ആരോഗ്യത്തിനെ കൂടുതൽ ഉത്തേജിപ്പിക്കുവാൻ അത് സഹായിക്കും. അതുമാത്രമല്ല, ഡയഫ്രം നന്നായിട്ട് ഓപ്പൺ ആവുകയും അടയുകയും ചെയ്യുക വഴി ഡയഫ്രത്തിന്റെ ആരോഗ്യവും നന്നായിട്ട് നിലനിൽക്കാൻ അത് സാധിക്കും. അതുകൂടാതെ ഇൻഡസ്റ്റൈനിലേക്ക്, നമ്മുടെ വൻകുടലുകളിലേക്കും ചെറുകുടലിലേക്കും ആവശ്യത്തിനുള്ള വായു കടന്നു ചെല്ലുക വഴി ഇൻഡസ്റ്റൈനിലുള്ള, അതായത് ഗ്യാസ്ട്രോയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുളിച്ചത് കെട്ടൽ, അസിഡിറ്റി, ഇങ്ങനെയുള്ള ഗ്യാസ്ട്രോ എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കും ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ സാധിക്കും, ശമനം ലഭിക്കുവാനും ഇത് സഹായിക്കും. നമ്മുടെ ഇൻഡസ്റ്റൈനിന്റെ ജോലി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ആഹാരത്തിനെ നന്നായിട്ട് ദഹിപ്പിക്കുകയും ആ ദഹിപ്പിച്ച ആഹാരത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് എന്തൊക്കെയാണോ അതിനെയൊക്കെ ആഗിരണം ചെയ്യുകയും അതിൽ വേണ്ടാത്ത വേസ്റ്റുകളെല്ലാം പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, പുറത്തേക്ക് കളയുകയും ചെയ്യുക എന്നുള്ളൊരു ജോലിയും കൂടി ഇൻഡസ്റ്റൈൻ ഉണ്ട്. അപ്പോ ഈ പ്രവർത്തനത്തിനെ സ്മൂത്ത് ആക്കുക വഴി നിങ്ങൾക്ക് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനുമായിട്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ ഒഴിവാക്കുവാൻ ഇത് സഹായിക്കും. ശരിയായിട്ടുള്ള ബ്രീത്തിങ് ചെയ്യുക വഴി തന്നെ നിങ്ങൾക്ക് കുറെ ആശ്വാസം ഇതുവഴി നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഇതൊരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ, രണ്ടാമത് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ മാനസിക ആരോഗ്യം നിലനിർത്തുവാൻ വേണ്ടി ശരിയായ ബ്രീത്തിങ് നിങ്ങളെ സഹായിക്കും. കാരണം ഈ ഡയഫ്രം എന്ന് പറയുന്നത് ഇരിക്കുന്നത് ഏത് ഏരിയയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചക്രകളെ ബന്ധിപ്പിച്ച്, ഇപ്പൊ യോഗയൊക്കെ നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ചക്രകളെ ബന്ധിപ്പിച്ച് പറയുകയാണെങ്കിൽ സൗരനാഡി ചക്ര എന്ന് പറയുന്ന ചക്രയുടെ ഭാഗത്താണ് ഡയഫ്രം ഇരിക്കുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ലോവർ ഇമോഷനെ കൺട്രോൾ ചെയ്യുന്ന സ്ഥലമാണ് ഈ സൗരനാഡി ചക്ര എന്ന് പറയുന്നത്. നമ്മളിലുള്ള ടെൻഷൻ, സ്ട്രെസ്, ഇങ്ങനെയുള്ളതാണ് ലോവർ ഇമോഷൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ലോവർ ഇമോഷൻസിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും ശരിയായിട്ടുള്ള ബ്രീത്തിങ് എന്ന് പറയുന്നത്. അതുവഴി നിങ്ങളുടെ മാനസിക ആരോഗ്യം നല്ല രീതിയിൽ നിർത്താൻ സാധിക്കും. ഇത് രണ്ടാമത്തെ ബെനിഫിറ്റ് ആണ്. ഇനി മൂന്നാമത്തെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ശരിയായ രീതിയിൽ ബ്രീത്തിങ് എടുക്കുക വഴി അല്ലെങ്കിൽ ശരിയായ രീതിയിൽ നിങ്ങൾ ബ്രീത്തിങ് എടുക്കുക വഴി നിങ്ങളുടെ ശരീരത്തിനുള്ളിലേക്ക് മാക്സിമം വായു കടന്നു ചെല്ലുക അല്ലെങ്കിൽ മാക്സിമം അളവിൽ നിങ്ങൾക്ക് ഓക്സിജൻ എത്തിക്കാൻ സാധിക്കുകയും പുതിയ ഓക്സിജൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ പഴയതായിട്ടുള്ള യൂസ്ഡ് അപ്പ് അല്ലെങ്കിൽ മലിനമായിട്ടുള്ള വായുവിനെ അല്ലെങ്കിൽ മലിനമായിട്ടുള്ളതിനെ എന്ത് ചെയ്യും, സെല്ലുകൾ നിങ്ങളുടെ ഓരോ ടിഷ്യൂവിനകത്തു നിന്നും ഓരോ സെല്ലിനകത്തു നിന്നും മലിന ഊർജം എല്ലാം പുറത്തേക്ക് വരികയും ചെയ്യും. അപ്പൊ മാക്സിമം നിങ്ങൾക്ക് റീസൈക്ലിംഗ് നടക്കും, പുതിയ ഊർജം ചെല്ലുകയും യൂസ്ഡ് അപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ മലിനമായിട്ടുള്ള ഊർജത്തിനെ പുറത്തേക്ക് കളയുവാനും സാധിക്കും.
അങ്ങനെ മലിനമായ ഊർജം പുറത്തു പോവുക വഴി നിങ്ങളുടെ സെല്ലിന്റെയും ടിഷ്യൂവിന്റെയും ആരോഗ്യത്തിനെ അതെന്ത് ചെയ്യും, മെച്ചപ്പെടുത്തുവാൻ സാധിക്കുന്നുണ്ട്. അടുത്ത ബെനിഫിറ്റ്, സെല്ലും ടിഷ്യൂവിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുക വഴി നിങ്ങളിലുള്ള യൗവനം നിലനിർത്തുവാൻ സാധിക്കും. സുന്ദരിമാരും സുന്ദരന്മാരുമായിട്ടും നിങ്ങൾക്ക് നിൽക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് പ്രോപ്പറായിട്ടുള്ള ബ്രീത്തിങ്. നിങ്ങൾക്ക് പ്രായ കൂടുതൽ തോന്നില്ല. കാരണം പൂർണ്ണമായിട്ടും നിങ്ങളുടെ സെല്ലുകളിലേക്ക്, കോശങ്ങളിലേക്ക് വായു കടന്ന് ചെല്ലുക വഴി കോശങ്ങൾ പുനരുജ്ജീവിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എപ്പോഴും ചുറുചുറുക്കോടുകൂടി ഇരിക്കുവാൻ സാധിക്കുന്നത് മാത്രമല്ല, നിങ്ങളുടെ സെല്ലിനെയും ടിഷ്യൂവിനെയൊക്കെ ബലവത്താക്കിയിട്ടും വളരെ കാമായിട്ടും വയ്ക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും പ്രോപ്പറായിട്ടുള്ള ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പൊ ശാരീരികമായിട്ടും മാനസികമായിട്ടും വൈകാരികമായിട്ടും നിങ്ങൾക്ക് ഉന്നമനത്തിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് ശരിയായിട്ടുള്ള രീതിയിലുള്ള ശ്വസനം നിങ്ങളെ സഹായിക്കുന്നു. ഇത് ഒരു ദിവസം മാത്രം ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഒരു ദിവസം ചെയ്തു, ഓക്കെ ഇന്ന് ചെയ്തു, ഇനി ചെയ്യുന്നില്ല, അടുത്ത ദിവസം ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെയല്ല. നിങ്ങൾ ഡെയിലി ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് നിങ്ങളിലേക്ക് എത്തിച്ചേരുള്ളൂ. ഇനി ബ്രീത്തിങ് എക്സസൈസ് പ്രോപ്പറായിട്ട് നമ്മൾ സാധാരണ ശ്വാസം എടുക്കുന്നുണ്ട്, ശ്വാസം പുറത്തേക്ക് വിടുന്നുണ്ട്, അതിലെന്തെങ്കിലും അത് പോരെ എന്നാണ് ചിന്തിക്കുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആവശ്യത്തിന് ശ്വാസം എത്തുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഡയഫ്രം നേരെ വർക്ക് ചെയ്യുന്നില്ല, ഇൻഡസ്ട്രീനിലേക്ക് നേരത്തെ എത്തുന്നില്ല, ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഊർജം എത്തുന്നില്ല. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ക്ഷീണമായിട്ട് ഇരിക്കും. നിങ്ങൾക്ക് ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ടും പറ്റുന്ന ഒരു കാര്യമാണ് പ്രോപ്പറായിട്ട് ബ്രീത്തിങ് ചെയ്യുക. നിങ്ങൾക്ക് ക്ഷീണം തോന്നുന്ന സമയത്ത് നിങ്ങൾ അബ്ഡോമിനൽ ബ്രീത്തിങ് അല്ലെങ്കിൽ യോഗിക് ബ്രീത്തിങ് ചെയ്യുക വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ഷീണം നിങ്ങളിൽ നിന്ന് മാറ്റി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി ചിലർ പറയാറുണ്ട് ഉറക്കമില്ലായ്മയുണ്ട് എന്ന് പറയാറുണ്ട്. ഉറക്കമില്ലായ്മയുള്ളവരും ശ്വസന വ്യായാമം ചെയ്യുക വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നല്ല രീതിയിൽ ഉറങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങളുടെ അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിട്ട് അവര് ശ്വസന വ്യായാമം ചെയ്യുക വഴി അവരുടെ ബ്രെയിനിലെ സെല്ലുകളെ ആക്റ്റീവ് ആക്കുവാനും അവരുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുവാനും ഇത് കാരണമാകും. അതുവഴി അവർക്ക് പഠനത്തിൽ നിന്ന് മുന്നോട്ട് പഠനത്തിൽ പിന്നോക്കം നിൽക്കുകയാണെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനും, അല്ല പഠനത്തിൽ കുറെ കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഏകാഗ്രതയിലേക്ക് വരുവാനും അതിനവർ സഹായിക്കുന്നുണ്ട്. ഇനി സ്പിരിച്വലി നമ്മളെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇന്നർ കാംനെസ്സിലേക്ക് കൊണ്ടുപോകും. ആന്തരികമായിട്ടുള്ള എന്താ പറയാ, ആന്തരികമായിട്ടുള്ള എനിക്ക് എന്ത് മലയാളം കിട്ടുന്നില്ല കേട്ടോ. ആന്തരികമായിട്ടുള്ള സമാധാനം നമുക്ക് അനുഭവിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ അതുവഴി നിങ്ങളൊരു ധ്യാനം ചെയ്യുന്ന ഒരാളാണ്, മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാളാണ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ബ്രീത്തിങ് എക്സസൈസ് പ്രോപ്പറായിട്ട് ചെയ്യുക വഴി നിങ്ങൾക്ക് സ്പിരിച്വലിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ആത്മീയമായിട്ടും നിങ്ങൾക്ക് ഉന്നമനത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഒരുപാട് ബെനിഫിറ്റ് ആണ് ഈ ഒരു കുഞ്ഞു കാര്യം ചെയ്യുക വഴി നമ്മുടെ ലൈഫിലേക്ക് എത്തിപ്പെടുന്നത് എന്നുള്ളതാണ്. ഇനി ബ്രീത്തിങ് എക്സസൈസ്, അറിഞ്ഞുകൊണ്ടുള്ള ബ്രീത്തിങ് എക്സസൈസ് അല്ലെങ്കിൽ നമ്മൾ അത് ബോധത്തോടു കൂടിയുള്ള ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1-2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഒന്ന്, നിങ്ങൾ നിറഞ്ഞ വയറിലിരിക്കുമ്പോൾ, വയറ് നിറയെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇരുന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യരുത്. അബ്ഡോമിനൽ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യരുത്. നിങ്ങൾക്ക് ഇരുന്ന് വേണമെങ്കിലും നിന്നു വേണമെങ്കിലും നിവർന്ന് കിടന്നു വേണമെങ്കിലും നിങ്ങൾക്ക് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം, അതിന് കുഴപ്പമില്ല. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്പൈൻ സ്ട്രെയിറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. പലരും പറയും കസേരയിൽ ചാരി ഇരുന്ന് കഴിഞ്ഞാൽ സ്പൈൻ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുകയെന്ന്. അല്ല, നിങ്ങൾ കുറച്ച് കസേരയ്ക്ക് മുന്നിലേക്ക് വന്നിട്ട് നിവർന്നിരിക്കുമ്പോഴായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള സ്പൈന് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. അപ്പൊ നിങ്ങൾ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്പൈൻ നട്ടല് നിവർന്നിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക.
ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് ബ്രീത്തിങ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ചെയ്യണോ ബ്രീത്തിങ് എക്സസൈസ്? ചെയ്യണം. ഓക്കെ. ഇന്ന് ഞാൻ ഒരു ബ്രീത്തിങ് എക്സസൈസിനെ പറ്റി മാത്രമേ ഇപ്പൊ പറയുന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് അത് മാത്രമേ പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ. വരുന്ന ദിവസങ്ങളിൽ നമ്മൾക്ക് കൂടുതൽ തരത്തിലുള്ള ബ്രീത്തിങ് എക്സസൈസുകളെ പറ്റിയിട്ട് നമുക്ക് പഠിക്കുക മാത്രമല്ല, അത് എല്ലാ ദിവസവും ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ട്. അത് സാർ അനൗൺസ് ചെയ്യും എന്താണെന്നൊക്കെ ഉള്ളത്, ഡീറ്റെയിൽസ് ലാസ്റ്റ് പറയുന്നുണ്ടായിരിക്കും. ഇന്ന് നമ്മൾ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്ന് അറിയണ്ടേ? അറിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് കൂടുതൽ ചെയ്യണോ വേണ്ടേന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന എക്സസൈസിന്റെ പേരാണ് അബ്ഡോമിനൽ ബ്രീത്തിങ് എക്സസൈസ്. അബ്ഡോമിനൽ ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജനിച്ചപ്പോൾ നിങ്ങൾ എടുത്ത ബ്രീത്തിങ് തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം അത് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു അനദർ വേർഷനും കൂടി മാത്രം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം നിങ്ങളുടെ ബ്രീത്തിങ് ഒന്ന് കറക്റ്റ് ആക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് അബ്ഡോമിനൽ ബ്രീത്തിങ് എക്സസൈസ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ഒരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ നട്ടല് സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നോളൂ. അതിനുശേഷം നിങ്ങളുടെ നാവ് പാലറ്റിൽ കണക്ട് ചെയ്യാൻ തൊട്ട് മുകളിൽ, അതായത് അണ്ണാക്കിലോട്ട് കണക്ട് ചെയ്യാൻ പറഞ്ഞാൽ ആർക്കും പറ്റില്ല. ജസ്റ്റ് മുകളില്, നിങ്ങളുടെ മുകളിൽ എന്താ പറയാ, മുകൾ വായിലില്ലേ, മുകൾ വായിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇരിക്കുന്നത് നല്ലതായിരിക്കും. ജസ്റ്റ് നാക്ക് അണ്ണാക്കിൽ ഒന്ന് ടച്ച് ചെയ്യുക, കണക്ട് ടങ് ടു പാലറ്റ്. വാ പൂട്ടി വെക്കുക. വാ കൊണ്ടല്ല ശ്വാസം എടുക്കുന്നത്, നമ്മൾ ശ്വാസം എടുക്കുന്നത് മൂക്ക് കൊണ്ടാണ്. അതുപോലെ തന്നെ മൂക്കിലൂടെയാണ് ശ്വാസം നമ്മൾ പുറത്തേക്ക് വിടുന്നത്. കൈകളിൽ യാതൊരു മുദ്രയും വേണ്ട. കൈകൾ തുറന്ന് നിങ്ങളുടെ മടിയിൽ വയ്ക്കുന്നതാണ് ഉചിതം. ഒരു മുദ്രയൊന്നും പിടിക്കണ്ട. കൈകൾ, നിങ്ങൾക്കൊരു സാധനം തരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണോ കൈ നീട്ടി വാങ്ങുന്നത്, അതുപോലെ കൈകൾ തുറന്ന് നിങ്ങളുടെ മടിയിൽ തുറന്നു വെച്ചാൽ മതി. ഓക്കെ, റെഡിയല്ലേ എല്ലാവരും? സ്റ്റാർട്ട് ചെയ്യാം. കണക്ട് ടു പാലറ്റ്, സ്ട്രൈറ്റ് യുവർ സ്പൈൻ. Inhale slowly. Exhale slowly. 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 Normal breathing. Please aware your body. നിങ്ങളുടെ ശരീരത്തിൽ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, എങ്ങനെ ഫീൽ ചെയ്യുന്നു?
ഈ ബ്രീത്തിങ് ചെയ്തവര് ഒന്ന് നിങ്ങളുടെ എന്താ ഫീൽ ചെയ്തതെന്ന് ഒന്ന് പറയാവോ പ്ലീസ്? ബ്രീത്തിങ് ഒരു വലിയൊരു ആശ്വാസവും ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ അതിനകത്തൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പരിശീലനം ഇല്ലാത്തതുകൊണ്ട് ബലം പ്രയോഗിക്കേണ്ടി വരും ചിലപ്പോൾ. ഇൻഹെയിൽ നെഞ്ചിട്ട് ഓരോരുത്തരായിട്ട് പറയോ പ്ലീസ്? നെഞ്ചിലൊരു വേദന പോലെ തോന്നുന്നു. നെഞ്ചില് അത് നെഞ്ചില് കോൺസെൻട്രേറ്റ്, വയറിലേക്ക് ഒന്ന് പുഷ് ചെയ്താൽ മതി. നെഞ്ചില് വേദന, ആരാണ് ആ നെഞ്ചില് വേദന തോന്നിയ ആള്? ഓക്കെ, പേര് പറയൂ. രമ രമ വേണുഗോപാൽ. ബഹ്റൈൻ. ഓക്കെ, ഇപ്പൊ എങ്ങനെയുണ്ട് ആ നെഞ്ചില് തോന്നിയ വേദന? അത് ഇങ്ങനെ ഞാൻ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മുടെ ഈ ഭാഗത്തെ ഒരു ആ സോളാറിന്റെ ആ ഭാഗത്ത് ഒരു വേദന ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തത്. ഓക്കെ. ചില സമയത്ത് എന്തുകൊണ്ട് ഡയഫ്രത്തിന്റെ ഭാഗത്ത് വേദന വരുന്നു എന്ന് ചോദിച്ചത്, ഇപ്പം മാഡം പറഞ്ഞതനുസരിച്ചിട്ട് മാഡത്തിന്റെ ഡയഫ്രത്തിന്റെ ആ ഭാഗത്താണ് വേദന എന്നുള്ളത് മാഡം പറഞ്ഞു. ഒന്ന്, ഡയഫ്രം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതിരുന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഇത് കൊടുക്കുമ്പോൾ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു പെയിൻ നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക വഴി അതിന് മാറ്റാൻ പറ്റും. നമ്മൾ അല്ലാതെ എടുക്കുന്ന ബ്രീത്തിങ് വഴി നമ്മൾക്ക് എന്ത് ചെയ്യാം, ഡയഫ്രത്തിന് കൂടുതൽ പണി നമ്മൾ കൊടുക്കുന്നില്ല, അതിന്റെ പ്രോപ്പർ വർക്കിംഗ് അതിന് കൊടുക്കുന്നില്ല. വളരെ എന്താ പറയുക, ലേസി ആയിട്ടിരിക്കുകയായിരുന്നു. അവിടുന്ന് അദ്ദേഹത്തിനോട് ഒരു കഠിനപ്പണി ചെയ്യാൻ ഇപ്പൊ പറഞ്ഞേൽപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും, ഒരു ചെറിയൊരു പെയിൻ തോന്നും. മാറിയിട്ടില്ലെങ്കിൽ എന്നോട് പറയുക. ഇപ്പൊ ഓക്കെ ആണോ? ഇല്ല, അത് അങ്ങനെ തന്നെ നിൽക്കും. ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്, ഇങ്ങനെ ബ്രീത്തിങ് ഇതൊക്കെ പിടിച്ചുള്ള രാവിലെ ചെയ്യാറുണ്ട്. മുദ്ര വെച്ചിട്ട് ചെയ്യണ്ട, ഇത് ചെയ്യുമ്പോ കൈ അതെയോ? തുറന്ന് വെച്ചാൽ മതി. എടുത്ത് ഇപ്പം രമ മാമിന്റെ ആ ഭാഗത്തുള്ള വേദന എങ്ങനെയുണ്ട് ഒന്ന് കുറവുണ്ട്, പറയൂ. കുറവുണ്ട്. പക്ഷെ അത് നമുക്കൊരു ഇങ്ങനെ എടുത്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെ പതുക്കെ പതുക്കെ ചെയ്യാറുണ്ട്. ജോലി ചെയ്യാത്ത സമയത്ത് ഇങ്ങനെ അങ്ങനെ ചെയ്ത് നോക്കാറുണ്ട്. പക്ഷെ ഇന്നിപ്പോ നമ്മൾ നേരം ചെയ്തുല്ലോ അടുപ്പിച്ച്. അതെ. അപ്പൊ ഒന്ന് എല്ലാ ദിവസവും ഇത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ നമ്മുടെ ഹാർട്ടിന്റെ പ്രശ്നം വല്ലതും ഉണ്ടോ മാഡത്തിന്? എങ്ങനെ ഞാൻ ഒരു ദിവസം മെഡിറ്റേഷൻ ചെയ്തപ്പോ അങ്ങനെ ഉണ്ടായി. അപ്പൊ അത് കാരണം അതിനുശേഷം അങ്ങനെ വന്നു തുടങ്ങി. ഇല്ല, വേറെ പ്രശ്നമൊന്നും ഇല്ല. ആക്ച്വലി ഞാൻ ഇതിൽ പറയുന്നില്ല എന്താണ് പ്രശ്നം എന്നുള്ളത്. അത് പേഴ്സണലി പറയാനുള്ള കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇതിൽ പറയാത്തത്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിലും ആ ഭാഗത്തൊരു പെയിൻ വരാം. പറയാം, ആരും വിഷമിക്കേണ്ട. സപ്രസ്ഡ് ഇമോഷൻ കൂടുതലുള്ള ആൾക്കാർക്ക് ആ ഏരിയയിലുള്ള ഒരു ബുദ്ധിമുട്ട് വരാം. അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യം ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാത്തത്. എന്നാലും ഒരു ഓവറോൾ ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സപ്രസ്ഡ് ഇമോഷൻ നമുക്ക് കൂടുതലായിട്ട് നമ്മളിങ്ങനെ ഒതുക്കി വെക്കുകയാണെങ്കിലും ആ ഭാഗത്ത് അല്ലെങ്കിൽ ആ ചക്ര മാൽ ഫങ്ഷനിങ് ആയിരിക്കും. അപ്പം നമ്മൾ ഇതുപോലെ ബ്രീത്തിങ് തുടങ്ങുമ്പോൾ ആ സപ്രസ്ഡ് ഇമോഷൻ നമ്മളിൽ നിന്ന് റിമൂവ് ആയി പോകും. കുറേ നാളത്തതുണ്ട് ഇങ്ങനെ അടുക്കി അട്ടിയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ഡൈല്യൂട്ട് ആവാൻ തുടങ്ങുമ്പോൾ നമുക്കൊരു കുഞ്ഞു പെയിൻ സ്റ്റാർട്ട് ചെയ്യും. അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഫിസിക്കലി ഞാൻ നോക്കിയിട്ട് വേറെ ബുദ്ധിമുട്ട് കാണുന്നില്ല. ഈ ഒരു കാര്യമാണ് മാഡത്തിന് നോക്കിയപ്പോൾ കണ്ടത്. ഓക്കെ, മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമോ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. നമ്മള് അബ്ഡമൻ നല്ല പ്രസ് ചെയ്ത് പിടിക്കണം അല്ലേ? അബ്ഡമിനിൽ നിങ്ങൾ തൊടുകയോ വേണ്ട. അല്ല, അങ്ങനല്ല. നമ്മള് നല്ല ഇൻഹെയിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ വയറ് മുന്നിലേക്ക്, നിങ്ങൾക്ക് കംഫർട്ട്, നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അൺകംഫർട്ട് ആയിട്ട് ചെയ്യരുത്. നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ടുള്ള രീതിയിൽ മാത്രമേ പുഷ് ചെയ്ത് പോവാവൂ. ഇങ്ങനെ പൊട്ടുന്ന രീതിക്ക് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. മറ്റു ഭാഗങ്ങളിലേക്ക് സ്ട്രെയിൻ പോകുന്ന രീതിയിൽ ചെയ്യരുത്. നമുക്ക് കംഫർട്ട് ആവുന്ന രീതിയിൽ പുഷ് ചെയ്യാവൂ ആദ്യമായിട്ട്. അബ്ഡമൻ പ്രസ് ഫ്രണ്ടോട്ടും വരും, ഡയഫ്രം പ്രസ്ഡോ? ഡയഫ്രം ഓപ്പൺ ആവും. ഓക്കെ, താങ്ക് യു. ഹലോ മാഡം, പറയൂ സർ. ഈ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് മൂക്ക് കൊണ്ട് ശ്വസിച്ച് വായ കൊണ്ട് പുറത്തു വിടുകയാണെന്നുള്ളത് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് വേറൊരു ടൈപ്പ് ബ്രീത്തിങ് ആണ് സർ.
ഓരോ ബ്രീത്തിങ് തന്നെ പലതരത്തിലുണ്ട്. ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്ന ബ്രീത്തിങ് എന്ന് പറയുന്നത് ഫിസിക്കലി നമ്മളെ ഫിറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രീത്തിങ് ആണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഫിസിക്കൽ ബോഡിയെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്രീത്തിങ് ആണ് ചെയ്യുന്നത്. സാറ് പറഞ്ഞ തരത്തിലുള്ള ബ്രീത്തിങ് വരുന്നത് ഇമോഷണലി മെന്റലി ഒക്കെ കറക്റ്റ് ചെയ്യാനുള്ള ബ്രീത്തിങ് ആണ്. അത് നമ്മൾ വരും ദിവസങ്ങളിൽ പഠിക്കുന്നതായിരിക്കും. അപ്പൊ ഒന്ന് കഴിഞ്ഞിട്ട് ഫിസിക്കലി സെറ്റ് ആയതിനു ശേഷമേ മറ്റേ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല, നമുക്ക് പഠിച്ചിട്ട് മൂന്നും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ബ്രീത്തിങ് ഇനി ചെയ്യുന്ന എപ്പോഴെങ്കിലും സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുമോ അപ്പോഴൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന്, നമ്മുടെ ആരോഗ്യം നിലനിർത്താനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എപ്പോ എപ്പോഴും ചെയ്യാം ചെയ്യാം. നമുക്ക് ഫ്രീ ഒരു 10 മിനിറ്റ് കിട്ടുകയാണെങ്കിൽ, നല്ല പ്ലേസ് ആണെങ്കിൽ, ഒരു കാര്യം ശ്രദ്ധിക്കുക, പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ഇരുന്നിട്ട് ചെയ്യാതിരിക്കുക, കംഫർട്ട് സ്റ്റേഷൻസിൽ നിന്നിട്ട് ചെയ്യാതിരിക്കുക, മാർക്കറ്റിന്റെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ചെയ്യാതിരിക്കുക, നിങ്ങൾ ടോയ്ലറ്റിൽ ഇരുന്നിട്ട് ചെയ്യാതിരിക്കുക. നല്ല നീറ്റായിട്ടുള്ള സ്ഥലങ്ങളാണ് നിങ്ങൾ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഓക്കെ. അതായത് ഓക്സിജൻ, നല്ല ഓക്സിജൻ, ശുദ്ധവായു ഒക്കെ ഉള്ള സ്ഥലത്ത് വെച്ച് ചെയ്യാം. അതെ, എന്ന് വെച്ചാൽ നമ്മൾ കംഫർട്ട് സ്റ്റേഷനിലൊക്കെ ചെയ്യുമ്പോ അവിടെയുള്ള വായു എന്ന് പറയുന്ന മലിനമായ വായു അത് തന്നെ ആയിരിക്കും നമ്മൾ എടുക്കുന്നതും. എത്ര പ്രാവശ്യം വേണം ചെയ്യാം അല്ലേ? എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാം. മാം, എനിക്കിത് ചെയ്തപ്പോ ഒരു ശ്വാസമുട്ടൽ പോലെ ഫീൽ ചെയ്തായിരുന്നു. ആരാണാവോ? ഒന്ന് വീഡിയോ ഓൺ ചെയ്യാവോ പ്ലീസ്? ഓക്കെ, പറയൂ. പേരെന്ന് പറയോ? ഇതിൽ ഓപ്പോ എന്ന് മാത്രമേ കാണുന്നുള്ളൂ. എന്റെ പേര് ഫാത്തിമ. ഓക്കെ, ഇനി പറഞ്ഞോളൂ. മേഡം, എനിക്കിത് ചെയ്തപ്പോ ഒരു ശ്വാസമുട്ടൽ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോഴും ഉണ്ടോ? എനിക്ക് ഇങ്ങനെ ഇടവിട്ട് ഇങ്ങനെ വരുന്നുണ്ട്, ശ്വാസം മുട്ടൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇനി ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ അപ്പോഴ് ബ്രീത്തിങ് എക്സസൈസ് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യരുത് ആ സമയത്ത്. പിന്നെ ആ ഡിസ്കംഫർട്ട് മാറിയിട്ട്, ചിലര് ഇപ്പൊ 12 പ്രാവശ്യം ഞാൻ ചെയ്യാൻ പറഞ്ഞു എന്ന് വെച്ചോളൂ. ഒരു സെറ്റിൽ 12 പ്രാവശ്യം ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾക്കൊരു 3 പ്രാവശ്യം ചെയ്തപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ, അയ്യോ 12 അല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞ് 12 വരെ തുടർച്ചയായിട്ട് പോകാൻ നിൽക്കരുത്. ആ 3-ൽ സ്റ്റോപ്പ് ചെയ്യണം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ആ ഡിസ്കംഫർട്ട് മാറിയതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ചിലപ്പോൾ ആദ്യം ഇങ്ങനെ ചെയ്ത് വരാൻ ചിലർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും, ഇതുവരെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. അപ്പൊ അവര് ചെയ്യേണ്ടത് പയ്യെ പയ്യെ കൂട്ടിക്കൊണ്ട് വരിക എന്നുള്ളതാണ്. ആദ്യം എന്തോ പറയൂ. എനിക്ക് ഇപ്പൊ ഒരു നിമോണിയയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം അതുമായിട്ട് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ? ലങ്സിന്റെ ഇൻഫെക്ഷൻ ഞാൻ നോക്കിയിട്ട് കാണുന്നുണ്ട്, അതാണ് ഞാൻ പറയാൻ വന്നത്. അത് കണക്ട് ചെയ്ത് വന്നതാണ് ഞാൻ. ഓക്കെ, അപ്പൊ താങ്കൾ ചെയ്യേണ്ടത്, ഇപ്പൊ ഞാനൊരു 7-8 തവണ ചെയ്യിച്ചു. താങ്കൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ താങ്കൾക്ക് കംഫർട്ട് ആവുന്ന രീതിയിൽ 2-3 തവണ ചെയ്യുക. ചെയ്തിട്ട് പയ്യെ പയ്യെ അടുത്ത ദിവസം 4 ചെയ്ത് നോക്കുക. ബുദ്ധിമുട്ടില്ലെങ്കിൽ മാത്രം കാരണം താങ്കളുടെ ലങ്സിന് കുറച്ച് ഇൻഫെക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. അപ്പോൾ അത് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ബ്രീത്തിങ് എക്സസൈസ് ആണ്. അപ്പോൾ അത് താങ്കൾ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം. ഇപ്പം ഒരു മിനിമം 12 തവണ എന്ന് പറഞ്ഞാലും താങ്കൾക്ക് 3 തവണ കഴിയുമ്പോൾ എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ അത് മാറ്റിയിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ അതങ്ങ് മാറും, അതൊന്ന് ഡൈല്യൂട്ട് ആവും. എന്നിട്ട് വീണ്ടും ചെയ്യുക. ഒറ്റയടിക്ക് ചെയ്യാൻ നിൽക്കരുത്. അത് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ്, ഇദ്ദേഹത്തിന് മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. മിനിമം ഒരു 12 തവണ ചെയ്യാൻ ഞാൻ പറയുന്നു. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്കംഫർട്ട് ബോഡിക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ സ്റ്റോപ്പ് റൈറ്റ് നൗ. മാഡം, പിന്നെ ഇതിൽ ഈ ശ്വാസം വലിക്കുന്നിടത്തും അതുപോലെ തന്നെ അവിടെ പിടിച്ചു നിൽക്കുമ്പോഴും അത് തിരിച്ച് ഉച്ചസിക്കുന്ന സമയത്തും ഒരു ചെറിയ റേഷ്യോ പറയലുണ്ട്. നമ്മൾ അതിലേക്ക് വന്നില്ല. ഇത് നമ്മുടെ നോർമൽ ബ്രീത്തിങ് ആണ്. സാധാരണ നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ബ്രീത്തിങ് ആണ്. അമ്മയുടെ വയറ്റിൽ കിടന്നപ്പോഴും നമ്മൾ അതിന് ശേഷം പുറത്തു വന്നതിന് ശേഷം നമ്മൾ സ്കൂളിലൊക്കെ പോകുന്നതിനൊക്കെ മുമ്പേ ആയിട്ട് നമ്മുടെ ചെയ്തുകൊണ്ടിരുന്ന ബ്രീത്തിങ് മാത്രമേ എത്തിയിട്ടുള്ളൂ. ആക്ച്വലി ബ്രീത്തിങ് എക്സസൈസിലേക്ക് ഞാൻ കടന്നിട്ടില്ല. നമ്മൾ പണ്ട് ചെയ്തിരുന്ന ബ്രീത്തിങ് എന്നുള്ള രീതിയിലേക്ക് നിങ്ങളുടെ ആ ബോഡി അതിലേക്കൊന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ ഒരു സ്റ്റെപ്പ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. കേറിയതേ ഉള്ളൂ. ചോദിച്ചാലേ ഇപ്പൊ മാഡം പറഞ്ഞ രൂപത്തിൽ ശീലിക്കാനേ ഇതിന് വല്ല റേഷ്യോ ഉണ്ടോന്ന് ചോദിച്ചാണ്.
ഉണ്ട് സർ, പല റേഷ്യോസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല റേഷ്യോസ് ഉണ്ട്. അതിന് ഞാൻ അടുത്ത ബ്രീത്തിങ് എക്സസൈസ് നമ്മളിപ്പോ ഒന്നും കൂടി നമ്മളിപ്പോ ചെയ്യും. അത് ചെയ്യുമ്പോൾ ഞാൻ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോഴത്തേക്ക് സാറിന്റെ ഈ ഡൗട്ട് മാറും. ഇല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം സാറ് വീണ്ടും ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. മാം, ഹലോ മാം, ആ. എന്റെ പേര് ബിൻസി. ആ. എനിക്ക് ഇൻഹേൽ ചെയ്തപ്പോഴത്തേക്കും ഇൻഹേൽ ചെയ്യാൻ ടൈം കിട്ടുന്നുണ്ട്. പക്ഷെ എക്സ്ഹേൽ ചെയ്യുമ്പോഴത്തേന് പെട്ടെന്ന് അങ്ങ് റിലീസായി പോകുന്നു. ചെറിയ ആസ്മയുടെ ഇഷ്യൂ ഉണ്ട്. ഓക്കെ. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇൻഹേൽ ചെയ്യാൻ ബുദ്ധിമുട്ടില്ലല്ലോ? ഇൻഹേൽ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, അത് കുറെ നേരം എനിക്ക് പറ്റുന്നുണ്ട്. പക്ഷെ റിലീസ് എക്സേൽ ചെയ്യുമ്പോ പെട്ടെന്ന് അങ്ങ് പോകുന്നുണ്ട്, സ്ലോ ഡൗൺ ചെയ്ത് പോകാൻ പറ്റുന്നില്ല. അത് പയ്യെ പ്രാക്ടീസിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമാണ്. ഇനി ഇൻഹേൽ ചെയ്യുമ്പോഴും ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു സോഫ്റ്റ് പില്ലോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ടർക്കി ടവലോ എന്തെങ്കിലും മടക്കിയിട്ട് നിങ്ങളുടെ ആംബിറ്റില് കക്ഷത്തിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡിഫിക്കൽട്ടി മാറും. ഓക്കെ. സോഫ്റ്റ് പില്ലോ, കട്ടിയുള്ളതല്ല കേട്ടോ, സോഫ്റ്റ് പില്ലോ, കുഞ്ഞു പില്ലോ ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ പില്ലോയോ അല്ലെങ്കിൽ ചെറിയൊരു ടവലോ മടക്കി ആംബിറ്റിൽ വെച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡിഫിക്കൽട്ടീസ് മാറുന്നതായിരിക്കും. താങ്ക് യു. വെൽക്കം. ഹലോ മാം, പറയൂ സർ. ഞാൻ കാലിക്കറ്റ് നിന്നാണ്. എൻ്റെ പേര് അഷ്റഫാണ്. പറയണം. നമുക്ക് ഇത് ഏറ്റവും കംഫർട്ടായ സമയം എപ്പോഴാണ്? മോർണിംഗ് ആണോ ഈവനിങ്? ഏത് സമയത്താണ് ഇത് ചെയ്യാൻ നല്ലത്? താങ്കൾക്ക് എപ്പോഴാണോ ഒരു 5 മിനിറ്റ് ഫ്രീ ആയിട്ട് ഇരിക്കാൻ കിട്ടുന്ന സമയം ആ സമയത്ത് ചെയ്യാം. എനി ടൈം. ഓക്കെ, താങ്ക് യു. മോർണിംഗ് നിങ്ങൾ ബെഡിൽ നിന്ന് എണീക്കുമ്പോ തന്നെ നിങ്ങൾ ഈ ഒരു 12 പ്രാവശ്യം ബ്രീത്തിങ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ 11 പ്രാവശ്യം ബ്രീത്തിങ് ചെയ്തിട്ടാണ് എണീക്കുകയാണെങ്കിൽ ആ ഹോൾ ഡേ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് നിൽക്കാൻ സാധിക്കും. എണീറ്റ ഉടനല്ലേ? അതെ, എണീക്കുമ്പോ തന്നെ, ബെഡിൽ നിന്ന് എണീക്കുമ്പോ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ണ് തുറന്ന് ഓക്കെ, ഞാൻ ആ കിടന്നുകൊണ്ട് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് നട്ടല് നിവർത്തി കിടന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു 11 ടൈംസ് നോക്കിയിട്ട് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റോ 2 മിനിറ്റോ ബ്രീത്തിങ് എടുത്ത് ബ്രീത്ത് ഔട്ട് ചെയ്തിട്ടാണ് എണീക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം കംപ്ലീറ്റ്, ഇത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്, ആ ഹോൾ ഡേ വളരെ പോസിറ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു മാം. ഇപ്പൊ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു സമയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒരു സമയമില്ല. എപ്പോഴാണോ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് ഫ്രീ ആയിട്ടിരിക്കാൻ കിട്ടുന്ന സമയം, അല്ലെങ്കിൽ ഞാനൊരു 2 മിനിറ്റ് ഫ്രീ ആണ്, ഓക്കെ, ആ 2 മിനിറ്റ് നിങ്ങൾക്ക് പറ്റുന്ന ആ 2 മിനിറ്റ് ടൈം എത്രയെണ്ണം പറ്റുന്നോ അത്രയും ചെയ്യുക. മാം, ഈ ആസ്മാറ്റിക് ആയിട്ടുള്ളവർക്ക് എങ്ങനത്തെ ടൈപ്പ് ബ്രീത്തിങ് ആണ് നല്ലത്? മീൻസ് ഇപ്പൊ ഞാൻ പറഞ്ഞ ബ്രീത്തിങ് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഞാൻ നേരത്തെ ആ കുഞ്ഞിനോട്, ഫാത്തിമ എന്ന് പറയുന്ന കുഞ്ഞിനോട് പറഞ്ഞ കാര്യം തന്നെയാണ് പറയാനുള്ളത്. ഇപ്പൊ ഞാൻ 11 എണ്ണം ഇൻഹേൽ എക്സേൽ, അതാണ് ഒരു കൗണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു 11 കൗണ്ട് മിനിമം ചെയ്യാം. മാക്സിമം നിങ്ങൾക്ക് എത്ര വേണോ ചെയ്യാം, മിനിമം 11 കൗണ്ട് ചെയ്യാൻ പറയുന്നു. ആസ്മാറ്റിക് പേഷ്യന്റ് ആണെങ്കിൽ ചിലപ്പോൾ ആദ്യമേ ഈ 11 കൗണ്ടിലേക്ക് പോകാൻ പറ്റില്ല. അവർക്ക് എത്രയാണോ, 2 കൗണ്ടാണ് അവർക്ക് പറ്റുന്നെങ്കിൽ 2 കൗണ്ട്, അത് കഴിഞ്ഞ് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യുക, അതിനുശേഷം വീണ്ടും ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്യാം. പയ്യെ പയ്യെ ഗ്രാജുവലി അതിനെ എന്ത് ചെയ്യാം, ഉയർത്തിക്കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെയുള്ള ബ്രീത്തിങ് എടുക്കുമ്പോൾ ആക്ച്വലി ആസ്മ പേഷ്യൻസിന് ഉള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആസ്മ പേഷ്യൻസിന്റെയും ലങ്സ് ചുരുങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. ലങ്സ് ചുരുങ്ങാണ് ചെയ്യുന്നത്. അപ്പൊ മാക്സിമം വായു അവർക്ക് ഉള്ളിലേക്ക് എത്തത്തില്ല. അതുപോലെ തന്നെ ഓക്സിജൻ ബ്രെയിനിലേക്കും അവർക്ക് എത്താതെ വരുന്ന ഒരു സന്ദർഭം ഉണ്ടാവാറുണ്ട് ആസ്മ പേഷ്യന്റിന്. ഇതിനെ റീജനറേറ്റ് ചെയ്യിക്കാൻ വേണ്ടി, ലങ്സിനെ റീജനറേറ്റ് ചെയ്യിക്കാൻ വേണ്ടി ഈ ബ്രീത്തിങ് അവരെ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നമ്മൾ അടുത്ത ഒന്നുകൂടി ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആ ബ്രീത്തിങ്ങും ആദ്യം ഇതിലൊന്ന് സ്റ്റാർട്ട് ചെയ്യും. 1 വീക്ക് ഇത് ചെയ്തതിന് ശേഷം നന്നായിട്ട് ആസ്മയുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ അതിനുശേഷം ഇന്ന് രണ്ടാമത് ചെയ്യുന്ന കാര്യം ചെയ്താൽ മതി. മാഡം, എന്തോ പറയണം? അതിന് വല്ല സൈഡ് എഫക്റ്റും വല്ലതും ഉണ്ടോ? ഇത് ഇന്ന പേഷ്യൻസിന് ചെയ്യാൻ പാടില്ല? എല്ലാവർക്കും ചെയ്യാം, ഒരു സൈഡ് എഫക്റ്റും ഇല്ല. എങ്കിൽ പിന്നെ നമ്മൾ ശ്വസിക്കരുതല്ലോ. അല്ല, അത് നമ്മൾ പ്രത്യേകിച്ച് വേറൊന്നും ശ്വസിക്കുന്നില്ല. നമ്മൾ സാധാരണ ശ്വസിക്കുന്ന വായു തന്നെയാണ് നമ്മൾ ഇരുന്ന് ശ്വസിക്കുന്നത്. മറ്റൊന്നും നമ്മൾ അറിയുന്നില്ല. ഇത് നമ്മളൊന്ന് ബോധപൂർവം ചെയ്യുന്നു, അത്ര.
എല്ലാവർക്കും ചെയ്യാം, ഏത് അസുഖമുള്ള ആൾക്കാർക്കും ചെയ്യാം. അത് അവരെ ഞാൻ പറഞ്ഞ പോലെ അവരിലുള്ള ആരോഗ്യത്തിനെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യത്തേ ഉള്ളൂ. അല്ല, ഇത് ഹാർട്ട് പേഷ്യൻസിന് വലിയ സ്റ്റെപ്പ് ഒന്നും കയറാൻ പാടില്ല. ധൈര്യമായിട്ട് ചെയ്യാം. സ്റ്റെപ്പ് കയറാൻ പാടില്ല എന്ന് വെച്ചിട്ട് അവര് ശ്വസിക്കാതിരിക്കുന്നില്ല. അല്ല, അപ്പൊ അങ്ങനത്തെ അതാണ് risk ഞാൻ cases നേരത്തെ ഉണ്ടോ? പറഞ്ഞത്. അവരിപ്പോ മിനിമം 11 കൗണ്ട് ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ ബുദ്ധിമുട്ടുള്ള, ഞാൻ അത് ആദ്യമേ പറഞ്ഞു, നിങ്ങൾക്ക് എപ്പോഴാണോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ട് തോന്നുന്നത്, ഒരു ചെറിയ കുഞ്ഞൊരു ബുദ്ധിമുട്ട് തോന്നിയാലും സ്റ്റോപ്പ്. അപ്പൊ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോഴും സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ അത് ഏത് കാര്യം ചെയ്താലും ശരി തന്നെയാണ്. നിങ്ങൾ 2 ബക്കറ്റ് വെള്ളം തൂക്കിയെടുത്തിട്ട് പോവാണ്, ഒരു 10 സ്റ്റെപ്പ് നടന്നുമ്പോൾ നിങ്ങളുടെ കൈക്ക് ഒരു പെയിൻ ഫീൽ ചെയ്യണമെങ്കിൽ അപ്പോഴാ വെള്ളം താഴെ വെക്കുക. അയ്യോ ഇനി അത്ര ദൂരം കൂടിയേ ഉള്ളൂ എന്ന് കരുതിയിട്ട് അതിനെ അപ്പൊ നിങ്ങളുടെ പെയിന് കൂടത്തേ ഉള്ളൂ. അപ്പോഴവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ, അതിനെ താഴെ വയ്ക്കുകയാണെങ്കിൽ, നിങ്ങളുടെ കൈക്ക് റിലാക്സ് ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൈ എന്ത് ചെയ്യും? ആ പെയിൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല, പെട്ടെന്ന് മാറും. ഇല്ല ഞാൻ അത്ര ദൂരേ ഉള്ളൂ, ഒരു 10 സ്റ്റെപ്പും കൂടെ നടന്നാൽ മതി, അത്രയും കൊണ്ടുവച്ചിട്ട് ഞാൻ അത് വിടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് നിങ്ങളുടെ പെയിന് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെയാണ് ബ്രീത്തിങ്. നിങ്ങൾക്ക് ബ്രീത്തിങ് എക്സസൈസ് നമ്മൾ ബോധപൂർവം ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുവരെ എടുത്തതിൽ നിന്ന് കൂടുതലായിട്ട് ഊർജ്ജം എടുക്കുകയാണ്. നിങ്ങൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ, ബോധപൂർവമായിട്ട് ഇൻഹെയിൽ ചെയ്യുമ്പോൾ സറൗണ്ടിങ്സിൽ നിന്ന്, നിങ്ങൾ നിൽക്കുന്ന ചുറ്റുപാടിൽ നിന്ന് കൂടുതൽ ഊർജ്ജം നിങ്ങളുടെ ശരീരത്തിനുള്ളിലേക്ക് വരികയാണ്. ട്രമൻഡസ് എനർജി നിങ്ങളിലേക്ക് കടന്നു വരികയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളിപ്പോ 11 കൗണ്ട് മിനിമം ഞാൻ ചെയ്യാൻ പറയുന്നു. അത് നിങ്ങൾക്കൊരു 2-3 കൗണ്ട് ചെയ്തപ്പോ എന്തോ ഒരു ഇത് തോന്നി, സ്റ്റോപ്പ്, ചെയ്തില്ലെങ്കിൽ ശരീരത്തിന് പ്രയാസം ഉണ്ടാവും. അതെ, നിങ്ങൾക്ക് എന്താണോ ഡിസ്കംഫർട്ട് തോന്നിയത് വീണ്ടും ഞാനിപ്പോ നിങ്ങളോട് ശ്വാസം പിടിച്ചു വെക്കാൻ പറയാണ്. ശ്വാസം എടുത്തോളൂ. ഒരു എക്സാമ്പിൾ, താങ്കൾ ശ്വാസം എടുത്തോളൂ. ഞാൻ പറഞ്ഞിട്ടേ ശ്വാസം എടുക്കുന്നത് നിർത്താവൂ. അതിനിടയ്ക്ക് വിടുകയേ ചെയ്യരുത്. ശ്വാസം എടുത്തോളൂ. എത്ര സമയം എടുക്കാൻ പറ്റും? അപ്പൊ നിർത്തണം എന്ന് പറയേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി നിന്നോളും, നിർത്തും. അത്രയല്ലേ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ്. താങ്ക് യു. വെൽക്കം സർ. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? ഓക്കെ, ഈ ബ്രീത്തിങ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു നിങ്ങളുടെ ബോഡിയിൽ? അതാരും പറഞ്ഞില്ല. ആദ്യം ഒരു സ്ട്രെസ് ആയിരുന്നു, കാരണം ചെയ്യാത്ത രീതിയിൽ ചെയ്തതിന്റെ. പിന്നെ ഇപ്പൊ അത് യൂസ്ഡ് ആയി. പിന്നെ മാമി സംസാരിച്ചോണ്ടിരിക്കുമ്പോഴും ഇടയ്ക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പൊ അത് ബോഡിക്ക് യൂസ്ഡ് ആയി. മറ്റേ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ചെയ്തിരുന്നു, ഉള്ളിലേക്ക് വയറ് പോവായിരുന്നു. നമ്മൾ മനഃപൂർവ്വമായിട്ട് അല്ലെങ്കിൽ ബോധപൂർവമായിട്ട് ഇത് ചെയ്തു തുടങ്ങിയാൽ, നമ്മൾ ചെസ്റ്റ് ബ്രീത്തിങ് ആണ് നിങ്ങൾ കൂടുതൽ ചെയ്യുന്നെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? തിരിയും, നിങ്ങളുടെ അബ്ഡോമിനൽ ബ്രീത്തിങ്ങിലേക്ക് മാറും. ഓക്കെ, വേറെ ആർക്കും ഇതിൽ വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? അടുത്ത ടോപ്പിക്കിലേക്ക് പോട്ടെ. ഓക്കെ, അടുത്തതിലേക്ക് പോയിക്കോളൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ്. ഇതിപ്പോ സാധാരണ നമ്മൾ ജനിച്ചപ്പോൾ ചെയ്ത ബ്രീത്തിങ് ആണ് നമ്മളിപ്പോ ചെയ്തത്. ഇതൊരു ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയുന്നതിനേക്കാളും നമ്മളുടെ ബോഡിയെ നമ്മളിലേക്ക് തന്നെ കൊണ്ടുവരികയാണ്, സ്വയം അവബോധത്തിലേക്ക് കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്തത്. ഇനി ചെയ്യാൻ പോകുന്നതാണ് ആക്ച്വലി ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ നേരത്തെ ചെയ്തതിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ശ്വാസം എടുത്തു, എന്നിട്ട് ശ്വാസം പുറത്തേക്ക് വിട്ടു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് കംഫർട്ട് ആവുന്ന അത്രയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, എന്നിട്ട് 1-2 കൗണ്ട് നിങ്ങൾ ശ്വാസം എടുക്കുകയും ചെയ്യരുത്, വിടുകയും ചെയ്യരുത്. എടുത്ത് നിങ്ങൾ വയറ് നിറച്ച ശ്വാസം അങ്ങനെ പിടിച്ചു വെക്കുക. നോ ഇൻഹലേഷൻ, നോ എക്സലേഷൻ. അതിനുശേഷം സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുന്നു. മാക്സിമം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ശ്വാസം പുറത്ത് പോയി എന്ന് തോന്നുമ്പോൾ നിങ്ങൾ വീണ്ടും സ്റ്റോപ്പ് ചെയ്യുന്നു. നോ ഇൻഹലേഷൻ, നോ എക്സലേഷൻ. ഇതിനെ എംപ്റ്റി റിട്ടൻഷൻ ആൻഡ് ഫുൾ റിട്ടൻഷൻ എന്നാണ് പറയുന്നത്. ശ്വാസം ഉള്ളിലേക്ക് എടുത്തു, മാക്സിമം നിങ്ങൾക്ക്
കംഫർട്ട് ആയിട്ടുള്ള രീതിയിൽ, മാക്സിമം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ടുള്ള രീതിയിൽ വയറിൽ നിറയ്ക്കാവുന്ന അത്രയും നിറച്ചു. അതിനുശേഷം ശ്വാസം എടുക്കുന്നുമില്ല, ശ്വാസം പുറത്തേക്ക് വിടുന്നുമില്ല, നമ്മൾ ഹോൾഡ് ചെയ്യാണ്. ശ്വാസത്തിനെ ഹോൾഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് എന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എടുത്ത ശ്വാസം, നമ്മൾ എടുത്തിട്ടുള്ള വായു ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വളരെ വേഗത്തിൽ എന്ത് ചെയ്യും? കടന്നു ചെല്ലും. വളരെ വേഗത്തിൽ കടന്ന് എല്ലാ സെൽസിലേക്കും ടിഷ്യൂസിലേക്കും എല്ലാ ഓർഗൻസിലേക്കും ഒക്കെ കടന്നു ചെല്ലും. അങ്ങനെ കടന്നു ചെല്ലുക വഴി അവിടെയുള്ള മാക്സിമം യൂസ്ഡ് അപ്പ് എനർജിയെ പുറത്തു കളയാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. കാരണം പുതിയൊരാൾ ചെല്ലുമ്പോൾ പഴയ ആൾ മാറിക്കൊടുത്താലേ പുതിയ ആളിന് അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾ ആ ഹോൾഡ് ചെയ്യുന്ന സമയം കൊണ്ട് ഇതെന്ത് ചെയ്യും? മാക്സിമം കവർ ചെയ്യാനുള്ള, നിങ്ങളുടെ ഫുൾ ബോഡിയിൽ കവർ ചെയ്യാനുള്ളതൊക്കെ കവർ ചെയ്യും. അവിടെ നിന്നുള്ള മാക്സിമം വേസ്റ്റേജിനെ എല്ലാം എന്ത് ചെയ്യുകയും ചെയ്യും? കളക്ട് ചെയ്യുകയും ചെയ്യും, പുറത്താക്കുകയും ചെയ്യും. അതിനുശേഷം നിങ്ങൾ എക്സെയിൽ ചെയ്യുമ്പോൾ ഈ മാക്സിമം വേസ്റ്റേജ് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? പുറത്തേക്ക് എക്സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനുശേഷം നിങ്ങൾ ഹോൾഡ് ചെയ്യുമ്പോൾ എന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സറൗണ്ടിങ്സിൽ നിന്ന് ട്രമൻഡസ് എനർജി നിങ്ങളിലേക്ക് കടന്നു വരികയും നിങ്ങളുടെ മൂക്ക് മാത്രമല്ല ശ്വസിക്കുന്നത്, നിങ്ങളുടെ ഓരോ രോമകൂപങ്ങളിൽ കൂടിയും ചക്രകളിൽ കൂടിയും വായു നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലും. അങ്ങനെ ചെല്ലുക വഴി നിങ്ങളുടെ സ്കിന്നിനെയൊക്കെ വളരെ ഗ്ലേസിങ് നൽകാനും ടിഷ്യൂസിനെയും സെൽസിനെയൊക്കെ റീജനറേറ്റ് ചെയ്യിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇൻഹെയിൽ ചെയ്ത് ഫുള്ള് ചെയ്ത് വെച്ചിട്ടുള്ള ഫുൾ റിട്ടൻഷനെക്കാളും കൂടുതൽ ഗുണമാണ് എക്സെയിൽ ചെയ്തതിന് ശേഷമുള്ള ഹോൾഡിംഗ്. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഓക്കെ 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 ഓക്കെ, അപ്പൊ നമുക്കതൊന്ന് പ്രാക്ടീസ് ചെയ്താലോ? റെഡിയാണോ എല്ലാവരും? റെഡി റെഡി. ഓക്കെ ഓക്കെ, അപ്പോ എല്ലാവരും നേരത്തെ പോലെ തന്നെ നട്ടെല്ല് നിവർത്തിയിരിക്കുക. Connecting to palate. Inhale slowly. Hold. Exhale slowly. Hold. 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 Inhale slowly. Hold. Exhale slowly. Hold.
Inhale slowly, hold. Exhale slowly, hold. Normal breathing. Please aware your body. നിങ്ങളുടെ ശരീരത്തിൽ ആകമാനം ഒന്ന് ശ്രദ്ധിക്കുക. ശരീരത്തിൽ normal breathing. Okay, how to feel? എങ്ങനെ ഫീൽ ചെയ്തു? നല്ല എന്തെങ്കിലും അഭിപ്രായം ഓരോരുത്തരായിട്ട് പറയൂ പ്ലീസ്. എല്ലാരും കൂടി പറഞ്ഞ ആർക്കും ഒന്നും മനസ്സിലാവില്ല. മേഡം ഞാൻ പറയാം അല്ലേ. ആരായാലും പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ഒരു ആനന്ദായിരുന്നു. തലയിൽ എന്തൊക്കെയോ ഭാരറിഞ്ഞതുപോലെ. ഓക്കെ തലയുടെ രണ്ട് ഭാഗത്തിൽ തരിപ്പുള്ളത് പോലെ ഞാൻ തോന്നി കുറച്ച് കഴിഞ്ഞപ്പോ. ഓക്കെ, ഇപ്പൊ മാറിയില്ലേ തരിപ്പ്? ഓ മാറി മാറി മാറി. ഓക്കെ, എനിക്ക് പക്ഷെ ഈ നെഞ്ചത്ത് അത് പിന്നെയും വന്ന പോലെ ഓക്കെ തോന്നുന്നു. മാഡം, ഞാൻ പറഞ്ഞ കാര്യമാണ് മാഡത്തിന്റെ പ്രോബ്ലം. ഉം. ഇതൊന്ന് ഹീലിംഗ് എടുക്കുക, അപ്പൊ അത് മാറിക്കോളും. ബോഡിയിലൊരു അത് നമുക്കൊരു പ്രത്യേക ഇത് വന്നു നമുക്ക് ലാസ്റ്റ്. ഓക്കെ, എനിക്ക് അത് ഉണ്ട് എങ്കിലും ബോഡിക്ക് നമുക്ക് ബോഡിയിൽ അങ്ങനെ ഫീൽ ചെയ്തു. നന്നായിട്ട് പെയിൻ ഉണ്ടോ മാഡത്തിന്? ഇവിടെ നല്ലൊരു വെയിറ്റ് പോലെ തോന്നുന്നു. ഓക്കെ, ഒരു മിനിറ്റ്. ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് നോക്കൂ മാഡം. ഇങ്ങനെ സ്ലോ ആയിട്ട് ഇതാവണമാതിരി തോന്നുന്നു. ഓക്കെ, മാറിയോ? ഒരു എല്ലുണ്ടല്ലോ അവിടെയാണ്. അതെ അതെ, അതെനിക്ക് മനസ്സിലായി. മാറിയോ എന്നാണ് ചോദ്യം. ആദ്യത്തെ സ്ലോ ഇപ്പൊ സ്ലോ ഡൗൺ ആവുന്നുണ്ടോ? ഇപ്പൊ ഒന്ന് നോക്കൂ മാഡം. അത് മാറിയില്ലേ? ഇത് കുറവുണ്ട്, പക്ഷെ എന്നാലും അത് തോന്നുന്നുണ്ട് അങ്ങനെ ഒരു ഓക്കെ, കുറഞ്ഞിട്ടില്ലേ എന്നാണ് ചോദ്യം. പൂർണ്ണമായിട്ട് മാറിയോ എന്നല്ല, കുറഞ്ഞോ? കുറഞ്ഞു. എത്ര ശതമാനം കുറഞ്ഞിട്ടുണ്ടാവും? പകുതിക്ക് മേളില് കുറഞ്ഞോ? ഓക്കെ നല്ലൊരു ഫീലിംഗ് ഉണ്ട്. അതെ, ഓക്കെ. ഇപ്പോഴോ? കുറവുണ്ട്. താങ്ക് യു മാഡം. എന്തായാലും ബ്രീത്തിങ് എക്സസൈസ് കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ, അടുത്ത ആള് പറഞ്ഞോളൂ. വേറെ ആരും നേരത്തെ പറയാൻ കൈ പൊക്കി. രഞ്ജിത്ത്. എന്തായിരുന്നു ഇപ്പൊ ചെയ്തിരുന്നത്? അതും കൂടെ പറഞ്ഞാല് ബാക്കിയുള്ളവർക്ക് സന്തോഷല്ലേ. ആക്ച്വലി ഞാനൊരു പ്രാണിക് ഹീലർ ആണ്, പ്രാണിക് ഹീലിംഗ് ട്രെയിനർ ആണ്. അവിടെ ആ എനർജി സ്റ്റക്കായി നിന്നതാണ്. അതിന് ആ പാത്തിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തതാണ്. ഹലോ, പറയണം. മാഡം എന്താ അവിടെ ചെയ്തത്? എനിക്കും നെഞ്ചിന് ഒരു വല്ലാത്തൊരു വെയിറ്റ് പോലെ ഉണ്ടോ? ഓക്കെ. പേര് ഹലീമ ബീവി. അമ്മയുടെ ഒന്ന് വീഡിയോ ഓൺ ചെയ്യൂ. ഓക്കെ, നെഞ്ചിന് വേദനയാണോ ഇത് ചെയ്തപ്പോഴാണോ? വേദനയൊന്നും ഇല്ല, എനിക്ക് അങ്ങനെ വരാറില്ല. ഇപ്പൊ ഇത് ചെയ്തപ്പോ നെഞ്ചിന് ഒരു വെയിറ്റ് പോലെ തോന്നുന്നു. വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? അമ്മ ഒന്ന് കണ്ണടച്ചിരുന്നേ. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ പലർക്കും ഇങ്ങനൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാം. കാരണം ഇത്രയും നാള് ചെയ്തിരുന്നതിൽ നിന്ന് മാറി നിങ്ങൾ ബ്രീത്തിങ്ങിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ശരീരം അത് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം കൊണ്ടാണ് ആ ഒരു
വെയിറ്റ് ഫീൽ ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം, ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കൂടുതൽ വില്ല് നമ്മൾ ഉപയോഗിക്കും. എന്താ പറയാ, കൂടുതലായിട്ട് നമ്മൾ അതിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ചെയ്യുന്നതും ഒരു ബുദ്ധിമുട്ട്. നമ്മൾ എപ്പോഴും ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി വളരെ സ്മൈലി ആയിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. മറ്റത് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ അമ്മയ്ക്ക് മാറിയില്ലേ? ഇപ്പൊ കുറെ ഉണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, മറ്റുള്ളവരുടെ അഭിപ്രായം ഒന്ന് പറയാവോ പ്ലീസ്? ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ചിരിച്ച മുഖത്തോടു കൂടി ഇരുന്ന് ചെയ്യുക കേട്ടോ. അത് വളരെ എന്താ പറയാ, നമ്മൾ ചിരിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മളിലേക്ക് കടന്നു വരുന്ന എനർജി അത്രയും സോഫ്റ്റ് ആയിട്ടായിരിക്കും നമ്മളിലേക്ക് കടന്നു വരുന്നത്. പറയൂ. നാവ് മുകളിലേക്ക് പിടിക്കുമ്പോൾ മേഡം ഒരു ബുദ്ധിമുട്ട് വരികയാണ്, അതാണ് പ്രശ്നം. ഓക്കെ, അങ്ങനെ വരുന്നുണ്ടെങ്കിൽ, അങ്ങനെ ബുദ്ധിമുട്ട് തോന്നുമ്പോൾ അത് ഡിസ്കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ചെയ്തോണ്ടാൽ മതി. ആ നാവിന്റെ ബുദ്ധിമുട്ട് മാറുമ്പോൾ, ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ട് വരുന്നത്. പയ്യെ പയ്യെ അത് ഓക്കെ ആയിക്കോളും. എപ്പോഴാണോ അങ്ങനെ നാവ് കണക്ട് ചെയ്തിരിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നത്, അപ്പൊ തന്നെ നാവ് നേരെ ആക്കുക, സാധാരണ രീതിയിലാക്കുക. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ അത് നോർമലാവും. വീണ്ടും നിങ്ങൾക്ക് കണക്ട് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോഴും നിങ്ങൾ ബ്രീത്തിങ് കണ്ടിന്യൂ ചെയ്താൽ മതി കേട്ടോ. നാവ് ഡിസ്കണക്ട് ചെയ്യാനേ പറഞ്ഞുള്ളൂ, ബ്രീത്തിങ് ഡിസ്കണക്ട് ചെയ്യണ്ട. മാം, ഈ നാവ് മുകൾക്ക് വെക്കണത് എന്തിന്, റീസൺ എന്താ? റീസൺ എന്താണ്? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇതാരും എന്താ ചോദിക്കാത്തെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു. ഓക്കെ, എന്താണ് നാവ് കണക്ട് ചെയ്യുന്നതിന്റെ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മുടെ മെയിൻ ആയിട്ടുള്ള മെറിഡിയൻ, നമ്മളുടെ ശരീരത്തിൽ രക്തക്കുഴലുകൾ, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് 2 ഭാഗമാണ്. ഫിസിക്കൽ ബോഡി എന്ന് പറയുന്നത് 2 ഭാഗം ചേരുന്നതാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. ഒന്ന് എന്ന് പറയുന്നത് ഈ കാണാൻ പറ്റുന്ന നമ്മുടെ ശരീരം, ഒന്ന് നമ്മളുടെ കാണാൻ പറ്റാത്ത ശരീരം, അഥവാ ഇൻവിസിബിൾ ബോഡി എന്ന് പറയും. അതിനെ വേറെ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. എനർജി ബോഡി, എത്തറിക് ബോഡി, ബയോപ്ലാസ്മിക് ബോഡി എന്നൊക്കെ പറഞ്ഞ് പല പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി ചേരുമ്പോഴത്തേക്കാണ് നമ്മുടെ ഫിസിക്കൽ ബോഡി കംപ്ലീറ്റ് ആവുന്നത്. ഒരു എനർജി ബോഡിയും ഒരു വിസിബിൾ ബോഡിയും കൂടി ചേരുമ്പോഴത്തേക്കാണ് നമ്മുടെ ഫിസിക്കൽ ബോഡി കംപ്ലീറ്റ് ആവുന്നത്. അതില് ഈ ഇൻവിസിബിൾ ബോഡിയിൽ വരുന്നതാണ് നിങ്ങൾ യോഗയിലൊക്കെ ചെയ്യുന്ന ചക്രകൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഇൻവിസിബിൾ ബോഡിയുടെ പാർട്ടാണ്. ഫിസിക്കൽ ബോഡിയുടെ പാർട്ടാണ് നമ്മൾ ഈ കാണുന്ന, വിസിബിൾ ഫിസിക്കൽ ബോഡിയുടെ പാർട്ടാണ് നമ്മൾ ഈ കാണുന്ന എല്ലാ കൈയും കാലും അതിനുള്ളിലുള്ള അവയവങ്ങളെയെല്ലാം. ഈ അവയവങ്ങളെയെല്ലാം ഈ ഇൻവിസിബിൾ ബോഡിയിലുള്ള ചക്രകൾ നിയന്ത്രിക്കുന്നുണ്ട്. അവയവങ്ങളെയും ബോഡി പാർട്സിനെയെല്ലാം നിയന്ത്രിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന് ഫിസിക്കൽ ബോഡി അല്ലെങ്കിൽ വിസിബിൾ ഫിസിക്കൽ ബോഡിക്കുള്ളിലേക്ക് രക്തക്കുഴലുകൾ എന്ന പോലെ, അതായത് ശരീരത്തിന്റെ എല്ലായിടത്തും ഊർജ്ജം എത്തിക്കുന്നത് ഈ രക്തക്കുഴലുകളിലൂടെയാണല്ലോ, രക്തത്തിലൂടെയാണല്ലോ നമ്മുടെ ശരീരത്തിൽ എല്ലായിടത്തും ഓക്സിജൻ ആയാലും മിനറൽസ് ആയാലും ഒക്കെ എത്തിക്കുന്നത്. അങ്ങനെ എത്തിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഊർജ്ജ ശരീരത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന ഊർജം എല്ലായിടത്തേക്കും സർക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറിഡിയൻ അഥവാ നാഡി എന്ന് പറയുന്നത്, അതിലെ മെയിൻ ആയിട്ടുള്ള മെറിഡിയൻ എന്ന് പറയുന്നത് നാവിന്റെ തുമ്പിൽ നിന്ന് തുടങ്ങി നട്ടലിന് മുൻവശത്തുകൂടി നട്ടലിന് പിൻവശത്തുകൂടി നമ്മുടെ മൂർധാവിലൂടെ നമ്മുടെ പാലറ്റിലാണ് അവസാനിക്കുന്നത്. ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത്, നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോഴാണ് നമ്മൾ നാവ് കണക്ട് ചെയ്ത് നമ്മൾ ഇരിക്കുന്നത്. അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കൽ കുറവാണ്. പിന്നെ ഉറക്കത്തിലെങ്ങാനും അറിയാണ്ട് കണക്ട് ആവുന്നെങ്കിലേ ഉള്ളൂ. ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് നാവ് ഇതിലേക്ക്, കൈയല്ല കേട്ടോ, ഞാൻ നാവിനെയാണേ കാണിച്ചത്, നിങ്ങൾ കൈ തെറ്റിദ്ധരിക്കരുത്. നാവിന്റെ തുമ്പ് നിങ്ങളുടെ പാലറ്റിൽ കണക്ട് ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ എനർജി ബോഡി ബൂസ്റ്റപ്പ് ആവുകയും നിങ്ങളുടെ കൂടുതൽ എനർജി നിങ്ങളുടെ മെറിഡിയനിലൂടെ സർക്കുലേറ്റ് ചെയ്യുകയും നിങ്ങളുടെ ശരീരഭാഗങ്ങളിലും ഇന്റേണൽ ഓർഗൻസിലും ഒക്കെ കൂടുതൽ ഊർജം കടന്നു ചെല്ലാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടേറിയ ജോലികൾ ചെയ്യുന്ന സമയത്ത് നാവ് കണക്ട് ചെയ്ത് വെച്ചിട്ട് ചെയ്തോളൂ, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പഠിച്ചാൽ മനസ്സിലാവുന്നില്ല എന്നുള്ള ഒക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പഠിക്കുന്ന സമയത്തായാലും ശരി കണക്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല, എന്തെടുക്കണം എന്ന് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്, ആ സമയത്തും നിങ്ങൾ കണക്ടിങ് ടു പാലറ്റ് ചെയ്ത് വെച്ചുകൊണ്ടാണ് നിങ്ങൾ ആ ഡിസിഷൻ എടുക്കാനുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾക്ക് ആ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങൾക്ക് ക്ഷീണമുള്ളപ്പോഴായിരുന്നാലും എന്ത് ചെയ്താൽ മതി, കണക്ടിങ് ടു പാലറ്റ്. പിന്നെ വേറെ ഒരു കാര്യം കൂടി ഉണ്ട് കണക്ടിങ് ടു പാലറ്റ് ചെയ്യുന്നതിൽ. ആരും എന്നെ തള്ളരുത്. വീട്ടിലെ ഹസ്ബൻഡോ വൈഫോ വഴക്ക് കൂടുമ്പോഴും കണക്ടിങ് ടു പാലറ്റ് നല്ലതാണ്, വീട്ടില് സമാധാനം.
വീട്ടില് വെൽ സമാധാനം സെഡ് കൊണ്ടുവരാൻ. വെൽ സെഡ് മാം. ഈ കുഞ്ഞ് ഇൻഫൻസ് ഒക്കെ ഉറക്കത്തില് നമ്മൾ ജസ്റ്റ് വായ തുറന്നു നോക്കി അങ്ങനെ കണക്റ്റഡ് ആയി കാണാം. അതെ നല്ല ന്യൂ ബോൺസ് ഒരു അതെ 6 monthsനുള്ളിൽ. കുട്ടികള് ആക്ച്വലി ഗർഭപാത്രത്തിനുള്ളിലായിരിക്കുമ്പോൾ അവര് കണക്ടങ് ടു പാലറ്റ് ആയിട്ടാണ് ഗർഭപാത്രത്തിനുള്ളിൽ നിൽക്കുന്നത്. അവർ ജനിച്ച് ഒരു 3 months വരെ മിക്കവാറും അവർ കണക്ടങ് ടു പാലറ്റ് ആയിട്ട് തന്നെയായിരിക്കും മിക്കവാറും സമയങ്ങളിൽ ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ടായിരിക്കും അവരൊന്ന് പയ്യെ അത് ഡിസ്കണക്ട് ആവുന്നത്. ജസ്റ്റ് മുകളിൽ മാത്രം ടച്ച് ചെയ്ത് അണ്ണാക്കിലേക്ക് ഇങ്ങനെ അണ്ണാക്കിലേക്ക് മടക്കി വെക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. പക്ഷെ നമ്മൾക്കൊക്കെ ഉള്ളൊരു പ്രശ്നം, ഈ നാവിന്റെ അടിയിൽ ഒരു ഇതുണ്ട്, ടാഗ് ഉണ്ട്, ഇങ്ങനെ നാവിങ്ങനെ ഉയർത്തുമ്പോ കാണാം. അത് കാരണം നമ്മുടെ നാവ് എന്ത് ചെയ്യില്ല, അങ്ങ് വരെ പോവില്ല. അപ്പൊ ഏറ്റവും ബെറ്റർ ജസ്റ്റ് പാലറ്റ് ടച്ച് ചെയ്യുക. പയ്യെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാലറ്റിനെ മൂവ് ചെയ്ത് കൊണ്ടുപോകാം. ഒറ്റയടിക്ക് നമുക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. ഓരോ ദിവസവും കുറേശ്ശെ പുറകിലേക്ക് മാറ്റി നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. മാക്സിമം വെക്കാനാണ് ഏറ്റവും നല്ലത് അല്ലേ? മാക്സിമം. അതെ താങ്ക് യു. എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടോ? ഹലോ മാഡം. പറയണം. സാറാണ് നേരത്തെ കൈ റൈസ് ചെയ്തത്. യെസ് ഓക്കെ. ഞാനൊരു ഡൗട്ട്. നമുക്ക് ഈ ബ്രീത്തിങ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബെല്ലി ഫാറ്റ് കുറയ്ക്കാനായിട്ട് പറ്റുമോ? ഓക്കെ, ഗുഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, താങ്ക് യു. ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പോൾ ആക്ച്വലി എൻ്റെ ഒരു സ്റ്റുഡൻറ് 108 കിലോ ഉണ്ടായിരുന്നു. പുള്ളിയുടെ വെയിറ്റ് 108 കിലോ ആയിരുന്നു. ഇവിടെ നിന്ന് വരുന്ന സമയത്ത്, പുള്ളി ദുബൈയിലായിരുന്നു പഠിച്ചിരുന്നത്. അവിടെ നിന്ന് വരുന്ന സമയത്ത് 108 കിലോ ആണ് വെയിറ്റ്. ഇപ്പൊ പുള്ളി 88 കിലോ ആണ്. അദ്ദേഹം ചെയ്ത വേറെ ഡയറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്തില്ല. ആഹാരത്തിലൊന്നും നിയന്ത്രണം ഏർപ്പെടുത്തി. എല്ലാം കഴിക്കുന്നുണ്ട്, പക്ഷെ കഴിക്കുന്നതിന്റെ അളവ് കുറച്ചു. ഇപ്പൊ 5 ചിക്കൻ പീസ് ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നത് 2 ചിക്കൻ പീസിലേക്ക് കുറച്ചു. കഴിക്കാതിരിക്കുന്നില്ല, കഴിക്കുന്നുണ്ട്, പക്ഷെ അളവ് പണ്ട് കഴിക്കുന്നതിൽ നിന്നും അളവ് കുറച്ചു. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ബ്രീത്തിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എവിടെയാണോ, ബ്രീത്തിങ്ങിന്റെ ഏറ്റവും നല്ലൊരു ഗുണമാണ്, നിങ്ങൾക്ക് എന്താണോ എവിടുന്ന് റിമൂവ് ചെയ്യണോ ആ ഭാഗത്തേക്ക് നിങ്ങൾ വായു ഇൻഹെയിൽ ചെയ്യുന്ന സമയത്ത് അവിടെ പോകുന്നതായിട്ട് കാണുക. നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യും കൂടി ചെയ്യണം. എന്നിട്ട് അവിടെ നിന്ന് ഇപ്പോൾ ബെല്ലി ഫാറ്റ് ആണ് കുറയ്ക്കേണ്ടെങ്കിൽ, ബെല്ലി ഫാറ്റ് നിങ്ങൾ ഇൻഹെയിൽ ചെയ്യുന്ന സമയത്ത് ബെല്ലി ഫാറ്റിന്റെ അവിടേക്കാണ് നിങ്ങൾ ഇൻഹെയിൽ ചെയ്ത വായു എല്ലാം പോയെന്ന് കാണുക. എക്സെയിൽ ചെയ്യുമ്പോൾ അവിടെയുള്ള എക്സസ് ബെല്ലി ഫാറ്റ് എല്ലാം കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ പുറത്തേക്ക് എക്സെയിൽ ചെയ്യുന്നതായിട്ട് കണ്ട് വിഷ്വലൈസ് കൂടി ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്തു നോക്കൂ. നല്ല റിസൾട്ട് കിട്ടും. ഓക്കെ, താങ്ക് യു മാഡം. വെൽക്കം. ബെല്ലി ഫാറ്റിന്റെ മാത്രമല്ല, നിങ്ങൾക്ക് പെയിൻ ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ഏതെങ്കിലും ഭാഗത്ത് പെയിൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇൻഹെയിൽ ആ ഭാഗത്തേക്ക് പോകുന്നതായിട്ട് കാണുക. എക്സെയിൽ ചെയ്യുമ്പോൾ ആ പെയിനിന് നിങ്ങൾ എക്സെയിൽ ചെയ്യുന്നതായിട്ട് കാണുക, പുറത്തേക്ക് കളയുന്നത്. അത് കുറച്ച് ചെയ്യാം. ഹലോ പറയൂ. ഒരു കാര്യം, ഒരു സംശയം ചോദിക്കാനാണ്. ഈ ഫാറ്റ് ലിവർ കുറയ്ക്കാൻ പറ്റുമോ ബ്രീത്തിങ് എക്സസൈസ് ചെയ്ത്? നമുക്ക് എന്ത് വേണമെങ്കിലും കുറയ്ക്കാം. നമ്മൾക്ക് വില്ലുണ്ടാവണം. നമുക്ക് കുറയ്ക്കണമെന്നുള്ളൊരു മോഹം വേണം. ചെയ്യുന്ന നല്ല. കാരണം ബ്ലഡിനെ, നമ്മുടെ ശരീരത്തിലുള്ള വേസ്റ്റിനെ ഇത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലിവറിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ലിവറിന്റെ ഫങ്ഷൻ. നിങ്ങൾ പ്രോപ്പറായിട്ട് ബ്രീത്തിങ് ചെയ്യുമ്പോൾ അത്രയും ഊർജം ലിവറിന് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അതുവഴി എന്ത് ചെയ്യാൻ പറ്റും, ലിവറിനെ റീജനറേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ശരി. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? No questions, no doubts? ആർക്കും ഇനി ഒന്നും പറയാനില്ല, ചോദിക്കാനില്ല? ആർക്കും സംശയങ്ങൾ ഉണ്ടാകാം. അത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം. നമ്മൾ ഗ്രൂപ്പ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഗ്രൂപ്പിൽ ചോദിക്കാം. ആ ഗ്രൂപ്പിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മാം ഉത്തരം നൽകും. പിന്നെ അടുത്ത ഒരു കാര്യം കൂടി, നമ്മളിത് കണ്ടിന്യൂ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്ന ഈ ബ്രീത്തിങ് എക്സർസൈസ്. അപ്പോൾ നമ്മൾ 26-ാം തീയതി മുതൽ ഒരാഴ്ചത്തേക്ക് നമ്മളിത് കണ്ടിന്യൂ ചെയ്യുകയാണ്. അത് നമ്മൾ ഏത് കാര്യം ചെയ്താലും നമ്മൾ ഒരു
എല്ലാം ഫ്രീ ആയി നമ്മൾ പ്രതീക്ഷിക്കരുത്. നമ്മൾ പഠിക്കുന്നതിനും അതിൻ്റെ ഒരു അധ്യാപകർ അതിൻ്റെ മെനക്കെടുന്നതിനും ഒക്കെ ഉള്ളൊരു ഫീസ്, ഒരു ഗുരുദക്ഷിണ നമ്മൾ നൽകിയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അതിന് കൂടുതലൊരു ബർക്കത്തുണ്ടാവുന്നത്, ഒരു ഐശ്വര്യം ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ 26-ാം തീയതി നമ്മൾ തുടങ്ങുകയാണ് ക്ലാസ്. ഒരാഴ്ചയാണ്. ഒരാഴ്ചയിൽ നമ്മൾ ന്യൂ ഇയറിന് 31-ന് ഡിസംബർ 31 നമ്മൾ അവധിയാണ്. പിന്നെ പിറ്റേ ദിവസം മുതൽ വീണ്ടും തുടരും. അപ്പം അങ്ങനെ 7 ദിവസത്തെ ക്ലാസ്സാണ് മൊത്തം ഉള്ളത്. അതിൽ മൊത്തം നമ്മൾ നല്ല ഫീസാണ് ഓരോരുത്തർ വാങ്ങിക്കുന്നത്. മാം ആണെങ്കിൽ ഇത് പ്രാണിക് ഹീലിങ്ങിൻ്റെ ഒരു മാസ്റ്ററും കൂടാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയമുള്ള ആ കാര്യങ്ങൾ കൂടി ഒക്കെ ചോദിക്കാം. അപ്പോൾ 2000 രൂപയാണ് നമ്മൾ ഫീസ് അതിനകത്ത് ഇട്ടിരിക്കുന്നത്. പക്ഷേ ഈ 22-ാം തീയതിക്ക് മുമ്പായിട്ട്, അതായത് ഇന്ന് 18ആണ്, 19 വ്യാഴാഴ്ചക്ക് മുമ്പായിട്ട് ഫീസ് അടയ്ക്കുന്നവർ 1000 രൂപ അടച്ചാൽ മതി. നമ്മളൊരു 50% ഡിഡക്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1000 രൂപ ഫീസ് അടയ്ക്കുകയാണെങ്കിൽ അത് 22-ാം തീയതി വൈകിട്ട് 7 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ ഫീസ് അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ 1000 രൂപ ഫീസ് അടച്ചാൽ മതി. അന്ന് നമ്മൾ അത് ക്ലോസ് ചെയ്യും. അതിനുശേഷം ആരടച്ചാലും നമ്മൾ 2000 രൂപ വാങ്ങിക്കും. അപ്പോൾ ആ നിലയിൽ നിങ്ങൾ ആ കാര്യം കുറച്ചുകൂടി ഗൗരവമായിട്ട് എടുക്കണം. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് തോന്നുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ കോഴ്സ് തുടരുന്നതിൽ താല്പര്യമുള്ളവർക്ക് ആ കാര്യം ചോദിക്കാം. എല്ലാരും വരില്ലേ ക്ലാസ്സിൽ? അതുകൊണ്ട് കാരണം ഒരു ബ്രീത്തിങ് എക്സസൈസ് നമ്മളത് റെഗുലർലി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളിലേക്ക് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇപ്പൊ ഈ ഒരു ദിവസം നിങ്ങൾ പഠിച്ചു, അപ്പൊ നിങ്ങൾ നാളെ തൊട്ട് ഇത് ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷെ അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറെ ഡൗട്ടുകൾ വരാം. ഇതിങ്ങനെ തന്നെയാണോ, ഇവിടെ എന്തെങ്കിലും തെറ്റുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് തിരുത്താൻ പറ്റുള്ളൂ. അപ്പൊ അതില് മാത്രമല്ല ഇത് 2 മാത്രമല്ല, ഒരുപാട് ഇതിനകത്ത് എക്സസൈസ് അതെ, ഒരുപാട്. നമ്മളിപ്പോ ഇപ്പൊ വെറും ഫിസിക്കൽ ലെവലിൽ മാത്രമാണ് നമ്മൾ ചെയ്തത്, ഫിസിക്കലി മാത്രമാണ്. എല്ലാവരുടെയും പ്രശ്നമാണ് ഫിസിക്കൽ എന്നുള്ളതിനപ്പുറം മാനസികമായിട്ടും വൈകാരികമായിട്ടുമുള്ള ബുദ്ധിമുട്ടുകൾ. അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് അതിന്റെ ബുദ്ധിമുട്ടുകളെ കുറയ്ക്കാൻ, ലഘൂകരിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രീത്തിങ് എക്സസൈസുകളും നമ്മൾ ആ ക്ലാസ്സിനകത്ത് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഒരു ഇത് എത്ര ദിവസം മാം? എന്തോ ഇത് എത്ര ദിവസം മാം? 7 ദിവസത്തെ ക്ലാസ് ആണ്. എല്ലാവർക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ഇഷ്ടപ്പെട്ടോ ക്ലാസ്? അതിനെ കുറിച്ചിട്ട് ആരും ഒന്നും പറഞ്ഞില്ല. ഇഷ്ടപ്പെട്ടു. ക്ലാസ്സിൽ ജോയിൻ ചെയ്യും. താങ്ക് യു. തീർച്ചയായിട്ടും അതുകൊണ്ട് നിങ്ങൾക്ക് ബെനിഫിറ്റേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഒരാളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങളത് പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അത് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ മണി ഓറിയന്റഡ് ആയിട്ട് കാണാതെ നമ്മുടെ ഹെൽത്ത് ഓറിയന്റഡ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ശാരീരിക, മാനസിക, വൈകാരികമായിട്ടുള്ള അനുഭൂതിയായിട്ട് കണ്ടുകൊണ്ട് നമ്മളത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് അതിന്റെ ബെനിഫിറ്റ് വളരെ വേറെയാണ്. നമ്മൾ എപ്പോഴും എല്ലാം മണി ഓറിയന്റഡ് ആയിട്ട് ചിന്തിക്കുമ്പോഴാണ് അയ്യോ ഇത്രയും പൈസ വരികയല്ലേ, എങ്ങനെയാ, അങ്ങനെയല്ല. ഓക്കെ, ഇത് ഞാനൊരു 1000 രൂപ ചെലവാക്കുന്നു, ഇപ്പൊ സാറ് പറഞ്ഞ ഓഫർ വന്നിട്ടുള്ളത് കൊണ്ട് 1000 രൂപ ചെലവാക്കുന്നു, എനിക്ക് അതിൽ നിന്ന് ലക്ഷങ്ങളാണ് എനിക്ക് ലാഭമാണെന്ന് പറയുന്നത്. എനിക്ക് മീൻസ് എന്നെയല്ല ഉദ്ദേശിച്ചത്, ഈ ജോയിൻ ചെയ്ത ഓരോരുത്തർക്കും ലാഭം എന്ന് പറയുന്ന ലക്ഷങ്ങളാണ്. നിങ്ങൾക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട്. സമയം ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇതേ ടൈമാണ്, രാത്രി 8 മണി മുതൽ ഒരു 9:30-10 മണി വരെ വരും. 1 മണിക്കൂറേ ഉണ്ടാവുള്ളൂ, 1-1.5 മണിക്കൂറിനകത്ത്. 1.5 മണിക്കൂർ വരും. ഒരു കാര്യം, ഫുഡ് കഴിച്ചിട്ട് ആരും ജോയിൻ ചെയ്യരുത്. ഇത് കഴിച്ചിട്ട് വേണം പോയി ഫുഡ് കഴിക്കാൻ. അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ലൈറ്റ് ആയിട്ട് ഒരു പഴം, ഒരു അരവയറും വേണ്ട, കാൽവയറും ഭക്ഷണം എന്തെങ്കിലും കഴിച്ചുകൊണ്ട് ചെയ്യുക. താങ്ക് യു മാം. താങ്ക് യു സർ. എത്ര മണിക്കൂർ മുമ്പാണ് ഫുഡ് കഴിക്കേണ്ടത്? ആഹാരം കഴിച്ച് നിങ്ങൾ വയറ് നിറയെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു 2 to 3 hours കഴിഞ്ഞിട്ടേ പിന്നെ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാവൂ. 2 മുതൽ 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ പിന്നെ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാൻ പാടുള്ളൂ.
ഫുള്ള് കഴിച്ചാ പിന്നെ അല്പം ഒരു പഴമൊക്കെ കഴിക്കാം. അതൊന്നും കുഴപ്പമില്ല. ഒരു പെട്ടെന്ന് നിങ്ങൾ ഓഫീസിൽ നിന്ന് വന്നു, നല്ല വിശപ്പുമായിട്ട് വന്നു, ഒരു പഴം അല്ലെങ്കിൽ ഒരു ആപ്പിള്, നോ പ്രോബ്ലം. താങ്ക് യു ഓൾ, താങ്ക് യു. എല്ലാവരുടെയും you. മെസ്സേജ് ഞാൻ കാണുന്നുണ്ട് കേട്ടോ.